കൊണ്ട് 40 ദിവസം ഉപവസിച്ച് മരുഭൂമിയിൽ ഉഴന്നു നടന്ന ആ കർത്താവിനെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു. ആ മരുഭൂമിയിലൂടെ ഞങ്ങളുടെ ആത്മാക്കളെ വഹിച്ചുകൊണ്ട് അവിടുന്ന് നടക്കുകയും മരുഭൂമിയിൽ ഏതെന്തോട്ടം പണിയുവാൻ അവിടുന്ന് വിജയിക്കുകയും ചെയ്തതിൽ നന്ദി പറയുന്നു. ആദ്യ മാതാപിതാക്കൾ നഷ്ടപ്പെടുത്തിയ ആ ഏതെന്തോട്ടം ഞങ്ങൾക്ക് തിരികെ തരാൻ വേണ്ടി മരുഭൂമിയിൽ അവിടുന്ന് ഏതെന്തോട്ടം വീണ്ടും പണിയുമെന്നുള്ള കാര്യം യെശയ്യാവിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വചനം അന്വർത്ഥമാക്കുവാൻ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഈ അവസരത്തിനെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിലും ഞങ്ങളുടെ ഭവനങ്ങളിലും ഞങ്ങളുടെ സഭയിലും ഞങ്ങളുടെ സ്ഥാപനങ്ങളിലുമെല്ലാം പർദീസായുടെ അനുഭവം വീണ്ടെടുക്കുവാൻ ഞങ്ങൾക്ക് ഈ നോമ്പിന്റെ കഴിഞ്ഞ ദിവസങ്ങൾ ഉതകിയില്ലെങ്കിൽ ക്ഷമിക്കണം. ഇനി ശേഷിക്കുന്ന സമയം ആ കുറവ് തീർത്തുകൊണ്ട് ഞങ്ങൾ വിജയത്തിലേക്ക് പോകാൻ തക്കവണ്ണം കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം പാടി ജന്മസാവലയുടെ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിന്റെ നാമത്തെ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതികരേറ്റുവാനായിട്ട് തന്നെ. ഓശാന തിങ്കളാഴ്ച വായിക്കേണ്ടിയിരുന്ന ഒരു വേദഭാഗം ഇന്ന് കേട്ടതായ വചനത്തിന്റെ തുടർച്ചയായി ചിന്തിക്കാൻ പ്രസക്തമായതുകൊണ്ട് ഒന്നുകൂടെ വായിക്കുകയാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 31 മുതൽ 34 വരെ ഓശാന തിങ്കളാഴ്ച പിതാക്കന്മാർ ധ്യാനിച്ചിട്ടുണ്ട്. അത് നോമ്പ് എന്താണ്, എന്തിനാണ്, എങ്ങനെയാണ് നമ്മൾ ആചരിക്കേണ്ടതെന്ന് കേട്ടതായ വചനം ഉറപ്പിക്കുവാൻ, അത് ആഴമാക്കുവാൻ, വിശദീകരിക്കുവാൻ സഹായകരമായതുകൊണ്ട് അതിനോട് ചേർത്തത് വായിക്കുകയാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 31 മുതൽ 34 വരെയുള്ള ഭാഗം ഒന്നുകൂടെ വായിക്കുന്നു. 18:31 ലൂക്കോസ്. ഇതാ നാം യെരുശലേമിലേക്ക് പോകുന്നു, മനുഷ്യപുത്രനെ കുറിച്ച് പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നത് എല്ലാം നിവൃത്തിയാവും. പിന്നെ അവനെ ജാതികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും അവർ അവനെ പരിഹസിച്ച് അപമാനിച്ച് തുപ്പി തല്ലിയിട്ട് കൊല്ലുകയും 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. 34-ാം വാക്യം കൂടെ. അവരോ ഗ്രഹിച്ചില്ല, മറവായിരുന്നു, തിരിച്ചറിഞ്ഞുമില്ല. ഈ പറഞ്ഞിരിക്കുന്ന 31 മുതൽ 34 വരെ വാക്യങ്ങളിൽ ഈ നോമ്പ് കാലത്ത് നമ്മൾ എന്തെല്ലാം സഹിച്ചുകൊണ്ടാണ് ദൈവസ്നേഹത്തിൽ വളരേണ്ടത്. ദൈവസ്നേഹത്തിൽ നമ്മൾ സഹിക്കേണ്ട കാര്യങ്ങൾ, നോമ്പിലെ സ്നേഹം, സഹനം, ഇത് വിശദീകരിച്ച് പഠിക്കുവാൻ ഈ വേദഭാഗം ഉതകും എന്നുള്ളതുകൊണ്ടാണ് പിതാക്കന്മാർ ഓശാന തിങ്കളാഴ്ച ഈ വേദഭാഗം വായിച്ചത്, ധ്യാനിച്ചത്. നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ ഈ നോമ്പ് കാലങ്ങളിൽ നമ്മൾ ഈ അനുഭവങ്ങളിൽ സഹനം ശീലിച്ചോ, അവസാനത്തോളം സഹിച്ചു നിന്നിട്ട് നമ്മുടെ പ്രാണൻ രക്ഷപ്പെട്ടോ എന്നുള്ള ഭാഗം പരിശോധിക്കുകയാണ്. നമുക്ക് മാതൃകയായി പിതാവ് തന്നിരിക്കുന്ന പുത്രനെ അനുഗമിക്കുവാനും അനുകരിപ്പാനും നമ്മളെ ആക്കിയിരിക്കുമ്പോൾ, സത്യക്രിസ്ത്യാനികളായി നമ്മൾ സഭയിൽ ജീവിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ സഹിക്കാനുണ്ട്. കർത്താവ് സഹിച്ച് വിജയിച്ചിരിക്കുന്ന പിതാവിന് വലത്തുഭാഗത്തിരിക്കുന്ന ആ അടുത്ത് തന്നെ വലത്തുവശത്ത് നമ്മൾ കൂടെ ഇരിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. സഹിക്കുന്നവർ കൂടെ വാഴുമെന്നൊരു വചനമുണ്ടല്ലേ, എവിടെയാണെന്നറിയാവോ? സഹിക്കുന്നവർക്ക് മാത്രമേ, അവസാനത്തോളം സഹിക്കുന്നവർക്ക് മാത്രമേ കൂടെ വാഴാൻ സാധിക്കുകയുള്ളൂ. യേശു രാജാവിന്റെ കൂടെ രാജ്ഞിയായി ഇരിക്കേണ്ടവരാണ് നമ്മൾ. പക്ഷെ അതിനു മുമ്പ് നമ്മൾ നിൽക്കണം, ഓടണം, ഉഴന്ന് നടക്കണം, ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇരിക്കാനൊക്കെ ഉള്ളൂ. അപ്പൊ കല്യാണ ദിവസം മണവാട്ടിയോടൊത്ത് ഇരിക്കുന്നത് എപ്പോഴാണെന്നറിയാവോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പഴയ കാലങ്ങളിൽ മണവാളനും മണവാട്ടിയും ആദ്യം ചെന്നാൽ അവരവിടെ നിൽക്കും വാതിക്കൽ. എല്ലാവരും കയറി ഇരുന്ന് കഴിഞ്ഞ് കണ്ടിട്ടുണ്ടോ? പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു. കല്യാണ പന്തലിൽ ഇവരാദ്യം എത്തിയാലും ആ വാതിക്കൽ അവരങ്ങ് നിൽക്കും. കല്യാണത്തിന് വരേണ്ടവരെല്ലാം വന്ന് ഇരുന്നതിന് ശേഷം എല്ലാവരും വന്നോ എന്ന് ചോദിച്ചിട്ടേ അവര് ഇരിക്കുള്ളൂ. ഇപ്പോഴൊക്കെ അങ്ങനെ ഉണ്ടോ? ഇല്ലില്ലേ, അങ്ങനെ പണ്ടങ്ങനെ ഉണ്ടായിരുന്നു. അതൊക്കെ അർത്ഥവത്തായ ചില നല്ല ചിട്ടകളായിരുന്നു. എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മളെ വഹിച്ചുകൊണ്ട് ജനിക്കുകയും ജീവിക്കുകയും സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും മരിക്കുകയും ഉയർക്കുകയും എല്ലാം ചെയ്തിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്ത് പോയിരിക്കുക. എന്തിനാ? ശത്രുവിനെ പാതകീടമാക്കാൻ. അതെവിടെ എഴുതിയിരിക്കുന്നത്? 110-ാമത്തെ സങ്കീർത്തനത്തിൽ കർത്താവ് നമ്മളെ വഹിച്ചുകൊണ്ട് ഈ പണിയൊക്കെ ചെയ്തിട്ട് സ്വർഗത്തിൽ കല്യാണത്തിന് വേണ്ടി കാത്തിരിക്കുക. കല്യാണം മുടക്കികളുണ്ട്. കല്യാണം മുടക്കിയുള്ളപ്പോൾ കല്യാണം നടക്കുമോ? കല്യാണം മുടക്കി നീട്ടിക്കൊണ്ടിരിക്കുന്ന ശത്രുവുണ്ട്. ആ കല്യാണം മുടക്കിയെ
തോൽപ്പിച്ചതിന് ശേഷം മാത്രമേ കല്യാണം നടക്കുകയുള്ളൂ. വിവാഹ നിശ്ചയം നടക്കുന്നുണ്ട് മാമോദീസായിൽ. പക്ഷെ കല്യാണം നടക്കാത്തതിന്റെ കാര്യം എന്താണ്? ശത്രുവിനെ ഇതുവരെയും ചവിട്ടിയിട്ടില്ല, പാദപീഠമാക്കിയിട്ടില്ല. 110 സങ്കീർത്തനം എങ്ങനെയാ തുടങ്ങുന്നത്? ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുകയുള്ളൂ, നീ എന്റെ വലത്തുഭാഗത്തിരിക്കുക. അപ്പൊ ശത്രുക്കളെ പാദപീഠമാക്കാൻ സ്വർഗത്തിലെ അപ്പച്ചൻ, സ്വർഗത്തിലെ പിതാവ് പുത്രനെ തന്റെ വലത്തുവശത്ത് ഇരുത്തിയിരിക്കുക. കൊല്ലം എത്രയായി ഇരിപ്പ് തുടങ്ങിയിട്ട്? എത്ര കൊല്ലമായി? എത്ര നൂറ്റാണ്ടായി? 21-ാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക. 21 നൂറ്റാണ്ടായിട്ട് കല്യാണം ഉറപ്പ് നടന്നിട്ട് ഇതുവരെയും കല്യാണം നടക്കാത്തതിന്റെ കാര്യം എന്താണ്? ശത്രുവിനെ ഇതുവരെയും പാദം ചവിട്ടാൻ നിർത്തിയിട്ടില്ല. അതിന്റെ കാരണം എന്താ? നമ്മൾ ശത്രുവിനെ തീറ്റി കൊടുത്തുകൊണ്ടിരിക്കുക, ശത്രുവിനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ചവിട്ടാൻ നോക്കൂ. അപ്പൊ നമ്മളും കൂടെ ഈ കർത്താവ് പോയ വഴിയെ പോകണം. അപ്പൊ കർത്താവ് ശത്രുവിനെ പാദപീഠമാക്കാൻ വേണ്ടി പോയ വഴി ഏതാ? ദാരിദ്ര്യത്തിന്റെ ഏറ്റവും ദരിദ്രനായി ജനിച്ചു. എവിടെയാ ജനിച്ചത്? കാലിത്തൊഴുത്തിലാണ് നമ്മുടെ വചാരം. പക്ഷെ നമ്മുടെ പിതാക്കന്മാരുടെ ശകലം കൂടെ പുറകോട്ട് പോകും. പാറപ്പൊത്തിൽ, അന്നത്തെ നമ്മുടെ പ്രാർത്ഥനാ ക്രമത്തിനകത്ത് പാറപ്പൊത്തിൽ പ്രസവിച്ച ആ കുഞ്ഞിനെ പിന്നെ പുൽക്കൂട്ടിക്കൊണ്ട് കിടത്തിയെന്നേ ഉള്ളൂ. ഇത് വേദോത്സവത്തിൽ എഴുതിയിട്ടില്ല, ബേത്ലഹേമിൽ കിടന്ന കാര്യം മാത്രമേ സൂചിപ്പിച്ചിട്ടുള്ളൂ. എന്നാൽ വിശദാംശങ്ങൾ പിതാക്കന്മാർ കിട്ടിയ വെളിപ്പാട് കർത്താവിനെ പ്രസവിച്ചത് പാറപ്പൊത്തിലാണ്. പാറപ്പൊത്തിൽ പ്രസവിക്കപ്പെട്ട ആ യേശു കുഞ്ഞിനെ പുൽക്കൂട്ടിക്കൊണ്ട് കിടത്തിയെന്ന് മാത്രം. അപ്പൊ ഇതുപോലെ ഒരു ദരിദ്രമായ ജനനം എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ ലോകത്തിലേക്കും ഏറ്റവും ദരിദ്രനായി പിറന്നത് എന്തിനാണെന്നറിയാവോ? നമ്മളെ സമ്പന്നരാക്കാൻ വേണ്ടിയാ. രാജാതിരാജനായ ആ കർത്താവ് ദരിദ്രനായി ജനിച്ചത് നമ്മുടെ പേരിലുള്ള കടമെല്ലാം വീട്ടാൻ, നമ്മുടെ പേരിലുള്ള കേസുകൾ തീർക്കാൻ ദാരിദ്ര്യത്തിന്റെ പാതയിൽ പോവുകയാണ്. ദാരിദ്ര്യത്തിൽ കൂടെ മാത്രം കിട്ടുന്ന ദൈവരാജ്യത്തിന്റെ അനുഭവം ഉണ്ട്. അതുകൊണ്ടാണ് കർത്താവ് തന്റെ ഗിരിപ്രഭാഷണത്തിൽ സ്വർഗരാജ്യം ആർക്കുള്ളതാന്ന് പറഞ്ഞത്? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അപ്പൊ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ദാരിദ്ര്യത്തിന്റെ പാതയിൽ കൂടെ പോകണം എന്നുള്ളൊരു കാര്യം കർത്താവ് പഠിപ്പിച്ചുകൊണ്ട് ശത്രുവിനെ പാദപീഠമാക്കുവാൻ വേണ്ടി യേശു ജനിച്ചത് ദാരിദ്ര്യത്തിലൂടെയാണ്, ജീവിച്ചതും ദാരിദ്ര്യത്തിലൂടെയാണ്. തന്റെ ഈ അവസാന സമയത്ത് തനിക്ക് മരിക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. ജനിച്ചത് പാറപ്പത്തിലാണെങ്കിൽ മരിച്ചത് എവിടെ കിടന്ന? ആകാശത്തിനും ഭൂമിക്കും മധ്യേ മരക്കുരിശേ കിടന്ന് മരിച്ചു. അടക്കപ്പെടാന് ഒരു കല്ലറ നേരത്തെ വല്ലതും ഉണ്ടായിരുന്നു? ആരാണ്ടൊരു കല്ലറ. ആരുടെ കല്ലറയാ? അരിമത്യാക്കാരൻ യോസേപ്പിന്റെ കല്ലറ കടം വാങ്ങിച്ചു. അപ്പൊ ഇതുപോലെ ദരിദ്രനായ ഒരാൾ ജനിച്ച് മരിച്ച് അടക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. എന്തിനാ? നമ്മളെ സമ്പന്നരാക്കാനും നമ്മുടെ പേരുള്ള പിശാചിന്റെ അവകാശം തീർന്ന് നമ്മളെ കർത്താവിന്റെ രാജ്ഞിയാക്കാൻ വേണ്ടിയാണ്. കർത്താവിന്റെ രാജ്ഞിയാക്കാൻ വേണ്ടി രാജാവ് പോയ ദാരിദ്ര്യത്തിന്റെ പാതയിൽ നമ്മൾ പോകുന്നുണ്ടോ? അതിന്റെ ആവശ്യം മനസ്സിലായിട്ടുണ്ടോ? ദാരിദ്ര്യമുള്ള വീട്ടിലെ അമ്മമാരുടെ മനോഭാവം ഇവിടെ ഓർക്കുകയാണ്. ഒരു വീട്ടിൽ പല വിധത്തിൽ കടബാധ്യതകൾ വരാൻ സാധ്യത. ലക്ഷക്കണക്കിന് രൂപ കടമുള്ള ഒരു വീട്ടിൽ ആ വീട്ടമ്മ ആ കാര്യം വീട്ടുകാരോടൊക്കെ പറയും, മക്കളോട് പറയും, മക്കളെ നമുക്ക് 10 ലക്ഷം രൂപ കടമുണ്ട്, അത് ഇന്ന കാര്യത്തിൽ വന്നതാ, അത് വീട്ടിൽ നിന്ന് വരെ നമ്മൾ ചെലവ് ചുരുക്കണം, വരുമാനം കൂട്ടണം എന്നൊക്കെ പറഞ്ഞ് ആഹാരം കഴിക്കുന്നതിന്റെ ആ അളവ് കുറച്ച് വയറ് മുറുക്കി ഉടുക്കുക എന്നൊക്കെ പറയും. വയറ് മുറുക്കി ഉടുത്തുകൊണ്ട് കുറച്ച് ആഹാരം കഴിച്ചിട്ട് ചെലവ് ചുരുക്കി പിള്ളേരോട് പറയും, നിങ്ങളും അങ്ങനെ അതൊക്കെ പരിശീലിച്ച് അങ്ങനെ നമ്മുടെ കടം നേടിയിട്ട് വേണം നമുക്ക് ഒരു സമ്പാദ്യം ഉണ്ടാക്കാൻ. അങ്ങനെ കടം വീട്ടിയതിന് ശേഷം നമുക്ക് സമ്പാദ്യം വർദ്ധിപ്പിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ജീവിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ വിശ്വസ്തരായ നല്ല കാര്യവിചാര ബോധമുള്ള അമ്മമാർ ദാരിദ്ര്യത്തിന്റെ ഇല്ലായ്മയുടെയും എല്ലായ്മയുടെയും മധ്യത്തിൽ അവർ നല്ലവണ്ണം സ്വയനിയന്ത്രണങ്ങൾ നടത്തി ഒത്തിരി സഹിച്ചു വഹിച്ചാണ് കുടുംബം ഐശ്വര്യമുള്ളതായി തീരുന്നത്. നമ്മുടെ കർത്താവും ആ വഴിയെ പോയി, ജീവിത പങ്കാളിയായി വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മളും ആ വഴിയെ പോയി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ സഹിക്കണം. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഏതും തോട്ടം തിരികെ തരാൻ വേണ്ടി പിശാച് ചോദിക്കുന്നതോളം പൊന്നുമല കൊടുത്ത് തിരികെ വാങ്ങിക്കാൻ വേണ്ടി ഒരു വലിയ സമ്പാദ്യം കർത്താവ് ഉണ്ടാക്കുകയായിരുന്നു. അപ്പൊ കർത്താവ് എന്തിനാ ദരിദ്രനായി ജനിച്ചെന്നറിയാവോ? ചെലവ് ചുരുക്കിയിട്ട് സമ്പാദ്യം കൂട്ടി കടം വീട്ടാനാ. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം കടവും പാപവുമാണ്. കുർബാനയിൽ ആവർത്തിച്ച് കേൾക്കുന്ന 2 ശബ്ദമാണ് ഈ കുർബാന. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ ഇപ്പോഴും തുടരുക. കടം കൂടിക്കൊണ്ടിരിക്കുക. കടം എന്നാ കുറയാത്തത്? നമ്മൾ ലാവിഷായിട്ട് ഇങ്ങനെ കടം വാങ്ങിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു വശം കടം വീട്ടാൻ ശ്രമിക്കുന്നു. പക്ഷെങ്കിൽ കടം വീടിയിട്ട് വേണം നമുക്ക് സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കാൻ. നിക്ഷേപം വല്ലതും ഉണ്ടോ?
കടം ഈടിക്കഴിഞ്ഞ് നിങ്ങൾക്ക് നിക്ഷേപം ഉണ്ടാക്കിയാലേ കർത്താവിനോടൊത്ത് ഈ യുദ്ധത്തിൽ വിജയം കൈവരിച്ച് കർത്താവിന്റെ സിംഹാസനത്തിൽ കൂടെ ഇരിക്കണമെങ്കിൽ, രാജാവിനോട് ഇരിക്കാൻ കൊള്ളാവുന്ന രാജ്യമാകണമെങ്കിൽ കർത്താവ് പോയ വഴിയോടെയെല്ലാം നമ്മൾ എങ്കിലേ പൊരുത്തമുള്ള കല്യാണമാവുള്ളൂ. കർത്താവ് കല്യാണം ഉറപ്പിച്ചു. ഇതുവരെ മണവാട്ടി ജയിക്കേണ്ട കാര്യത്തിലെല്ലാം ജയിച്ചിട്ടില്ല, കേസെല്ലാം തീർന്നിട്ടില്ല. അതിനുവേണ്ടി കർത്താവ് ശത്രുവിനെ പാതവിടമാക്കാൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഏതെല്ലാം കാര്യങ്ങൾ കർത്താവ് സഹിച്ചോ അതെല്ലാം നമ്മളും ജീവിത പങ്കാളി എന്ന നിലയിൽ കർത്താവ് സഹിച്ചതിന്റെ എല്ലാം പങ്ക് എനിക്ക് വേണം. അത് ഭാരത്തോടെയല്ല, സങ്കടത്തോടെയല്ല. എന്റെ അച്ചായൻ സഹിച്ചതല്ല എനിക്കും വേണം. അതൊരു വലിയ പദവിയാണ്. ഇറ്റ് ഈസ് നോട്ട് എ ബേർഡൻ, ഇറ്റ് ഈസ് എ ക്രെഡിറ്റ് എന്ന് പറയും. അപ്പൊ യേശുവിനോട് സ്നേഹമുണ്ടെങ്കിൽ ഈ സഹനങ്ങളെല്ലാം രസകരമാണ്. നമ്മൾ മുമ്പേ കേട്ടൊരു സന്ദേശമാണ്. നോമ്പിൽ ഒത്തിരി കാര്യങ്ങൾ സഹിക്കേണ്ടി വരും. ആ സഹിക്കുന്നത് ജയിച്ചവനായ കർത്താവിന്റെ കൂടെ നമ്മളും ജയിച്ച് കർത്താവിന്റെ കൂടെ ഇരിക്കാനുള്ള അർഹത നേടാൻ വേണ്ടിയാണ്. ഈ പശ്ചാത്തലത്തിൽ കർത്താവ് എന്തെല്ലാം സഹിക്കാൻ പോകുന്നു, എന്തെല്ലാം സഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം ശിഷ്യന്മാരെ അറിയിച്ചു. എന്തെല്ലാം ഒന്ന് നോക്കിയാട്ടെ. ലൂക്കോസിന് സുവിശേഷം 18 അധ്യായത്തിന്റെ 32 വാക്കിൽ അവൻ ജാതികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കപ്പെടുമെന്ന് പറഞ്ഞു. തന്നെ മനുഷ്യപുത്രൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ദൈവപുത്രൻ മനുഷ്യപുത്രനായി മനുഷ്യമക്കളെ ദൈവമക്കളാക്കാൻ വേണ്ടി കുരിശിന്റെ പാതയിൽ സഞ്ചരിക്കുമ്പോൾ താൻ ജാതികൾക്ക് ഏൽപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞു. അപ്പം അവൻ ജാതികൾക്ക് ഏൽപ്പിച്ച് കൊടുക്കപ്പെടുന്ന ഒരു അനുഭവം. ആരാ ഏൽപ്പിച്ചു കൊടുത്തത്? സ്വർഗത്തിലെ പിതാവ് തന്നെയാ. മനുഷ്യജാതിയെ രക്ഷിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് അയക്കപ്പെട്ട പുത്രനോട് പറഞ്ഞ, മോനെ നിന്നെ ഞാൻ ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കും. ജാതിക്ക് ബോധം വല്ലതും ഉണ്ടോ? ഒരു ബോധവുമില്ല. യാതൊരു ന്യായബോധവുമില്ല. യാതൊരു ബോധവുമില്ലാത്ത നികൃഷ്ടരായ, അസൂയക്കാരായ, ബുദ്ധിഹീനരായ, പ്രാകൃതരായ ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട പിന്നെ സ്വാതന്ത്ര്യമുണ്ടോ? അവർക്ക് ഇഷ്ടം പോലെയൊക്കെ ചെയ്യും. അപ്പൊ നമ്മൾ പരിശോധിക്കേണ്ട വിഷയം, നോമ്പിൽ സഹിക്കേണ്ടത് ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുമ്പോൾ ഇത് സ്വർഗത്തിലെ പിതാവിന്റെ നിയോഗപ്രകാരം എന്റെ കർത്താവിന് കിട്ടിയ ഒരു അനുഭവമാണ് എനിക്കും കിട്ടിയതെന്ന് ഞാനിൽ നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഈ ജാതി എന്ന് പറയുന്ന ആ ജാതിയുടെ കയ്യിലേക്ക് നമ്മൾ ഏൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ ജാതി ആരാന്നറിയാവോ? നോമ്പാലും പ്രാർത്ഥനയല്ലാതെ ജാതി അതെവിടെയാ വാക്യം? കർത്താവ് ഒരു ഗിരിയിൽ കയറിയിട്ട് താഴോട്ട് വന്നപ്പോൾ പറഞ്ഞതാ. ഏത് ഗിരിയില്ല? താബോർ മലയിൽ. മറൂബ മലയിൽ പോയിട്ട് താഴെ വന്ന് ചന്ദ്രരോഗിയെ സുഖപ്പെടുത്താൻ ശിഷ്യന്മാർ കഴിയാതെ അവർ പരാജയപ്പെട്ട് നാണം കെട്ട് നിൽക്കുമ്പോൾ കർത്താവ് കോട്ടമുള്ള തലമുറ, അവിശ്വാസമുള്ള തലമുറ എന്ന് പറഞ്ഞ് അവരെ ശാസിച്ചതിന് ശേഷം ആ പയ്യനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. രോഗം ബാധിച്ച പിശാച് ബാധയുള്ള ആ പയ്യനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് അതിനെ ഇറക്കി വിട്ട് അവന് സൗഖ്യം കൊടുത്ത രംഗത്ത് ശിഷ്യന്മാർ ചോദിക്കാം, ഞങ്ങൾക്ക് എന്നെ അതിനെ മാറ്റാനൊക്കെ കഴിയാഞ്ഞത്. അപ്പൊ പറഞ്ഞതാണിത്, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി. അപ്പൊ ഈ ജാതിയുടെ ഉപദ്രവം ഈ ലോകത്തിൽ എല്ലാ തലമുറയിലും കാണും. ആ ജാതിയുടെ കയ്യിൽ നമ്മളെ ആദ്യം ഏൽപ്പിച്ചു കൊടുത്താൽ പിന്നെ എങ്ങനെ ഇരിക്കും? ആ ജാതി നമ്മളെ അവന്റെ ഇഷ്ടപ്രകാരം കൈകാര്യം ചെയ്യുന്നൊരു സമയമുണ്ട്. അപ്പൊ യേശു അവനെ സൗഖ്യമാക്കുന്നിടം വരെ ജാതിയുടെ കയ്യിലായിരുന്നു ആ പയ്യൻ. ജാതിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. അത് കണ്ടു നിന്ന് വിഷമിക്കേണ്ടതെന്ന് ഓർത്തി. പക്ഷെ കർത്താവ് ആ ജാതിയെ ഇറക്കി വിട്ടിട്ട് അവന്റെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ വചനത്തെയും ദൈവത്തിന്റെ കൃപയെയും ശക്തിയെയും നിറച്ചിട്ട് അവനെ സുബോധമുള്ളവനായി, സൗഖ്യമുള്ളവനായി മാറ്റുന്നതായിട്ട് കാണും. അപ്പൊ നമ്മുടെ അവിശ്വാസവും കോട്ടമുള്ള തലമുറയുമായിട്ടുള്ള ഇഴുകിച്ചേറലാണ് ഈ ജാതിക്ക് നമ്മളുടെ മേൽ കയറാനുള്ള അവകാശമായിട്ട് വരുന്നതിന്റെ കാര്യം. അപ്പൊ നോമ്പ് കാലത്ത് നമ്മുടെ എല്ലാ വീട്ടിലും, എല്ലാ പള്ളിയിലും, എല്ലാ സ്ഥാപനങ്ങളിലും ജാതിക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന അനുഭവം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? തിരിച്ചറിഞ്ഞാൽ അതിന് നന്ദി പറയും. കർത്താവ് അതിനെ ജയിച്ചതുപോലെ നമുക്കും ജയിക്കാൻ സാധിക്കും. അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 15 അധ്യായത്തിന്റെ 57 വാക്യത്തിൽ ഈ തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞപ്പോൾ പൗലോസ് ലീയ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം പാടി. എങ്ങനെയാ വാക്യം എഴുതിയിരിക്കുന്നത്? നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന്. അപ്പൊ പരാജയപ്പെട്ട് നമ്മളെ ജയിപ്പിക്കാൻ വേണ്ടി കർത്താവ് എങ്ങനെയാണ് പൗലോസിനെ ജയിപ്പിച്ചതെന്നുള്ള കാര്യം ഓർപ്പിക്കും. തോറ്റിട്ട് ജയിച്ചയാളാണ് പൗലോസ് ലീയ. നമ്മളും തോറ്റവരാണ്. ആരും നിരാശപ്പെടേണ്ട. കർത്താവ് നമ്മളെ ജയിപ്പിക്കാൻ തയ്യാറാണ്. പക്ഷെ ജയിപ്പിക്കണമെങ്കിൽ യേശു പോയ പാതയിൽ പോകണം. അതിലൊന്നാമത്തെ കാര്യം, ഏതെല്ലാം ജാതികൾ നമ്മളെ ഭരിക്കുന്നു എന്നുള്ള ഉൾക്കാഴ്ചയിൽ കർത്താവ് സഹിച്ചതുപോലെ ജാതികളുടെ ഭരണത്തിന് കീഴിൽ നമ്മളായിരിക്കുന്ന സമയം കർത്താവ് സഹിച്ചതുപോലെ സഹിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതിന് ക്ഷമ ചോദിക്കണം. കുടുംബജീവിതമായാൽ, സന്യാസ ജീവിതമായാൽ അമ്മായിയമ്മ പോലെ കുപ്രസിദ്ധമല്ലേ?
അമ്മായിയമ്മ പോരില്ലാത്ത വീടുണ്ടോ? അപ്പൊ അമ്മായിയമ്മ മരുമകളെയോ മരുമകൾ അമ്മായിയമ്മയോ ഭരിക്കുന്ന സമയത്ത് അവർ ഈ വചനം ഓർക്കുമോ? അമ്മായിയമ്മയുടെ അകത്തൊരു ജാതിയുണ്ട്, ആ ജാതിയായപ്പോ എന്നെ ഭരിക്കുന്നത്. മരുമകളുടെ അകത്തൊരു ജാതിയുണ്ട്, സ്വർഗത്തിലെ അപ്പച്ചൻ അങ്ങ് അവളെ ഏൽപ്പിച്ചിരിക്കുക, ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചുള്ളൂ. എന്റെ കർത്താവ് ജാതിക്ക് ഏൽപ്പിക്കപ്പെട്ടപ്പോൾ സന്തോഷത്തോടെ സഹിച്ചതുപോലെ ഞാൻ സഹിക്കുമെന്ന് പറയുമോ? നോമ്പുകാലത്ത് ഷണ്ട കൂടും. കാരണം എല്ലാവരുടെയും ബലഹീന വശങ്ങൾ വെളുക്കി ചാടുന്ന സമയമാണ്. അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് നാത്തൂൻ പോരെ, അമ്മായിയമ്മ പോരെ, അപ്പൻ പോരെ, അമ്മ പോരെ, അയൽവക്കം പോരെ, ഇങ്ങനെയുള്ള പോരുകൾ ഇളകി വരുന്ന സമയമാണ്. ഇതന്നെ ഇങ്ങനെ നോമ്പായിരുന്നു ഇങ്ങനെ. അപ്പൊ നിങ്ങൾ ആശ്ചര്യപ്പെട്ടിട്ടുണ്ടോ? ഈ വചനം ഓർത്താൽ ആശ്ചര്യം തോന്നുമോ? എന്റെ കർത്താവിനെ കീഴ്പ്പെടുത്തിയ ജാതി ഇവിടെയുണ്ട്. സന്തോഷം. കർത്താവ് അതിനെ ജയിച്ച പോലെ എന്നെയും കൂടെ ജയിപ്പിക്കണമെന്ന് പറയുമോ? പറയണം. അതിനുവേണ്ടിയാ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈ വചനം ഓർത്തായിരുന്നോ? ഈ പോരുകളുടെ ഇടയിൽ ഇത് ഒരു ജാതിയാ. അപ്പൊ ഈ ജാതി ആരിൽ വേണമെങ്കിലും കയറാം. അപ്പൊ കർത്താവ് അനുവദിച്ചിട്ടാണ് കയറിയത്. അത് നമ്മള് കൊള്ളാവുന്നവരാക്കാൻ വേണ്ടി, പരീക്ഷിക്കാൻ വേണ്ടിയാ. പരീക്ഷ സഹിക്കുന്നത് ഭാഗ്യമാ. എവിടെയാ എഴുതിയിരിക്കുന്നത്? യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ പരീക്ഷ സഹിക്കുന്നത് ഭാഗ്യമാണ്, നമ്മളെ കൊള്ളാവുന്നവരാക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇന്ന് കേട്ടതായ സന്ദേശം, ഈ നോമ്പിൽ നമ്മൾ സഹിക്കേണ്ടത് ജാതിയുടെ ഉപദ്രവങ്ങൾ, ജാതിയുടെ ബോധക്കേടുകൾ, ജാതിയുടെ ക്രൂരമായ ഭരണങ്ങൾ, ജാതിയുടെ ഇടപെടലുകൾ, അത് മനുഷ്യരിൽ കൂടെ നമ്മളിലേക്ക് വരും. അത് വീട്ടിൽ തന്നെയാണെങ്കിൽ വളരെ എളുപ്പമാണ് അതിനെ ജയിക്കാൻ. ദൂരെയെങ്ങും പോകേണ്ടി വരികയില്ല. അപ്പൊ നമ്മുടെ വീട്ടിലോ, നമ്മുടെ പള്ളിയിലോ, നമ്മുടെ ഇടവയിലോ, നമ്മുടെ സ്ഥാപനങ്ങളിലോ നമ്മളെ അവരെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് അവർ നമ്മളോട് ക്രൂരമായി ഇടപെടുന്നുള്ള തിരിച്ചറിവ് കിട്ടിയിട്ടുണ്ടോ? നമ്മൾ അവിടെ ഒരു കേസെടുക്കാൻ പോവുക, അവരെ നല്ല ശീലം പഠിപ്പിക്കാൻ പോവുക, അവരെന്നാ ഇങ്ങനെ പറയുന്ന പറഞ്ഞ് നമ്മൾ തിരിച്ചടിക്കുക. അപ്പൊ ജയിക്കുമോ പരീക്ഷയിൽ? കർത്താവിനെ പിടിച്ചു കെട്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്ന ഇനിയും പറയാൻ പോകുന്നത്. ഈ ജാതിയുടെ കയ്യിൽ കിട്ടിയാൽ ഈ ജാതികൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്നുള്ള കാര്യം വിശദീകരിച്ച് പറയുന്നുണ്ട്. ജാതിക്ക് അവനെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ജാതിക്കയുടെ ഒന്നാമത്തെ പരിപാടി പരിഹാസം എന്നുള്ളതാണ്. പരിഹസിച്ചു. അപ്പൊ ആരെങ്കിലും നമ്മളെ പരിഹസിക്കുമ്പോൾ ഇത് ജാതിയുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് ജാതി ചെയ്യുന്നൊരു പണിയാണ്. കർത്താവേ നിനക്ക് സ്തോത്രം എന്ന് പറഞ്ഞിട്ടുണ്ടോ? പരിഹസിച്ച ആളിനെ തിരിച്ച് പരിഹസിക്കാനുള്ള വാക്കും ചിന്തകളും അല്ലേ നമ്മളെ ഭരിക്കുന്നത്. അപ്പൊ നോമ്പ് കാലത്ത് നമ്മളെ ജാതികൾക്ക് നമ്മളെ പരിഹസിക്കാൻ പിതാവ് അനുവദിച്ചപ്പോൾ എന്റെ കർത്താവ് ജാതികളാൽ പരിഹസിക്കപ്പെട്ടവനാണ്. ആ കർത്താവിന്റെ സഹധർമ്മിണിയായി രാജ്ഞിയാക്കിയിട്ട് ഞാനും അത് സഹിക്കുന്നു, സന്തോഷത്തോടെ സഹിക്കുന്നു. അതെനിക്ക് ഉയർപ്പിന്റെ അനുഭവത്തിൽ എത്തിക്കണമെന്നുള്ള കാര്യം, ആ പ്രത്യാശയിലാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. നമ്മുടെ കുരിശിന്റെ അനുഭവങ്ങൾ നമ്മളെ ഏതിലേക്ക് നയിക്കുന്നതാണ്? ഉയർപ്പിന്റെ അനുഭവത്തിലേക്ക്, തേജസ്കരണത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കാനാണ് ദൈവം അനുവദിച്ചത്. യേശു ഇതൊക്കെ സഹിച്ചതുകൊണ്ട് എന്ത് സംഭവിച്ചു? കർത്താവ് 3 ദിവസം ഖബറിൽ കടന്നതിന് ശേഷം ഉയർത്തെഴുന്നേറ്റ് വന്നു. ഇനി ആർക്കെങ്കിലും പരിഹസിക്കാൻ ഒക്കുവോ? ഇനി ആർക്കെങ്കിലും ഉപദ്രവിക്കാൻ ഒക്കുവോ? അതേ അവസ്ഥയിലേക്ക് ഈ യേശുവിനോട് ചേരുന്ന ഉടലായി, ആ തലയോട് ചേരുന്ന ഉടലായും മണവാളനോട് ചേരുന്ന മണവാട്ടിയായും നമ്മൾ തേജസ്കരിക്കപ്പെടാൻ പോവുകയാണ്. തേജസ്കരിക്കപ്പെടും എന്നുള്ളതായ ആ വലിയ പ്രത്യാശയിൽ വേണം നമ്മൾ ഇതൊക്കെ സഹിക്കാൻ. ആ ഉറപ്പ് നമുക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ക്ഷമ ചോദിക്കണം. അപ്പൊ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ജാതികൾ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു, നമ്മുടെ പള്ളിയിലുണ്ടായിരുന്നു, നമ്മുടെ അയൽവക്കത്തുണ്ടായിരുന്നു, നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. ആ ജാതികളെ കർത്താവ് കത്തിക്കാനിട്ടിരിക്കുക. പക്ഷെ കത്തിക്കാത്തതിന് കാര്യം എന്നാണെന്നറിയാവോ? നമുക്ക് കിട്ടേണ്ട സഹനങ്ങളെല്ലാം കിട്ടിയതിന് ശേഷം നമ്മൾക്ക് ഉയർപ്പിന്റെ അനുഭവം തരാനുള്ള കുരിശ് വാക്തി നടത്താൻ കർത്താവ് വരെ ഇട്ടിരിക്കുക. കുരിശ് ഉണ്ടാകണമെങ്കിൽ അത് ഉണ്ടാക്കാൻ ആളുണ്ട്. കർത്താവിനെ കുരിശിക്കാനായിട്ട് നല്ല ഒന്നാന്തരം ഒരു തടിക്കുരിശ് ഉണ്ടാക്കാൻ അത്രയ്ക്ക് വാശിയുള്ള കുറെ പേര് അവിടെ ഉണ്ടായിരുന്നുണ്ടായില്ലേ? അതുകൊണ്ട് ദുഃഖാഴ്ച മരിച്ചു കിട്ടിയത്. അതുകൊണ്ട് ആ കുരിശുണ്ടാക്കാൻ പറ്റിയ ആശാരിമാരും അതിനു പറ്റിയ കൊല്ലന്മാരും അത് ജയിപ്പിക്കാൻ പറ്റിയ നേതാക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്നത്. അവരെയൊക്കെ ഭരിച്ചതാരാ? ജാതികൾ. അപ്പൊ ജാതിയെ ഏൽപ്പിച്ചപ്പോ ജാതി പരിഹസിച്ചു. പിന്നെ എന്നാ ചെയ്തു? അപമാനിച്ചു, തുപ്പി, തല്ലിയിട്ട് കൊല്ലുകയും 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു പറഞ്ഞു. ആ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറയുന്ന കാര്യം കർത്താവിന് ഉറപ്പുണ്ടായിരുന്നു. ഞാൻ ഉയർത്തെഴുന്നേൽക്കാൻ വന്നയാളാണ്. പക്ഷേ ഉയർത്തെഴുന്നേൽക്കുന്ന മുമ്പ് മരിക്കണ്ടേ? മരിക്കണമെങ്കിൽ ആരെങ്കിലും കൊല്ലണമെങ്കിൽ ബോധക്കേട് വേണ്ടേ? ബോധമുള്ളവർക്ക് ആർക്കെങ്കിലും പാപമില്ലാത്ത ദൈവപുത്രനെ കൊല്ലാൻ തോന്നുമോ? മറുരൂപമലയിലെ യേശുവിന്റെ സൗന്ദര്യം എല്ലാവർക്കും കാണാൻ കഴിയായിരുന്നില്ല. ആരും കൊല്ലാൻ ഉണ്ടാകുമായിരുന്നു. അപ്പൊ യേശു വിരൂപനായി പ്രാകൃത മനുഷ്യനെ പോലെ നഗ്നനായി അടിച്ച് തകർന്ന് വിരൂപനായി കിടക്കുമ്പോൾ ഇവനാണോ ദൈവപുത്രൻ?
എന്ന് പുറത്ത് തോന്നിയേക്കാം. പലരും കാർക്കിച്ചു തൂപ്പുകയും പലരും പരിഹസിക്കുകയും ചെയ്തതിന്റെ കാര്യം ഇവനാണോ ദൈവപുത്രൻ? ദൈവപുത്രനാണ് ദൈവം എന്നെ അവനെ രക്ഷിക്കാഞ്ഞത്. അപ്പൊ ഇവൻ തള്ളപ്പെട്ടവനാ, ഇവൻ വഞ്ചകനാ, കൊള്ളക്കാരനാന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം കാര്യങ്ങൾ അവനെ കുറിച്ച് ആരെല്ലാം ചിന്തിച്ചു. ഈ ജാതിയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടതിന്റെ ബാക്കിയാണ് ഈ മരണം വരെയുള്ള കാര്യം എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞില്ലെന്നാ പറയുന്നത്. ഈ 12 ശിഷ്യന്മാരിൽ ഒരാൾ മാത്രമേ കൂടെ നിന്നുള്ളൂ. ആരാ? യോഹന്നാൻ. ബാക്കിയുള്ളവർക്ക് എന്ത് സംഭവിച്ചു? ഇവിടെ എഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ളവർ ഈ കുരിശിന്റെ ചുവട് നിൽക്കാഞ്ഞെന്നുകൊണ്ടാണ് അവരോ ഇത് ഒന്നും ഗ്രഹിച്ചില്ല. ഈ വാക്ക് അവർക്ക് മറവായിരുന്നു, പറഞ്ഞത് അവർ തിരിച്ചറിഞ്ഞുമില്ല. ഇതാ ഏറ്റവും വലിയ കുരിശെന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലാകാത്തവരോട് താമസിക്കുന്നതാണ് ഈ ഏറ്റവും വലിയ കുരിശ്. പല ഭാര്യമാരുടെയും സങ്കടം എൻ്റെ അച്ചായൻ എന്നെ ഇതുവരെയും മനസ്സിലായിട്ടില്ല. അച്ചായൻ്റെ സങ്കടം തന്നെ അയ്യോക്ക് എന്നെയും മനസ്സിലായിട്ടില്ല. അപ്പനും അമ്മയുടെയും പ്രശ്നം എൻ്റെ മക്കൾക്ക് ഞങ്ങളിന്ന് മാത്രം കഷ്ടപ്പെട്ട് അവരെ വളർത്തുന്നത്. അവർക്ക് ഒരു ചിന്തയില്ല. കൊണ്ടാന്ന് പറഞ്ഞ് പണം ഉണ്ടാക്കുന്ന ഒരു മെഷീനായിട്ട് അപ്പനെയും അമ്മയും വെച്ചിരിക്കും. ഇങ്ങോട്ട് തന്നേരെ എന്ന് പറഞ്ഞാൽ അങ്ങനെ കുടുംബ ജീവിതത്തിൽ പരസ്പരം മനസ്സിലാക്കാൻ കഴിയാത്തവരുടെ ഇടയിലെ വേദന, അതാണ് ഏറ്റവും വലിയ വേദന. അത് നിങ്ങൾ സഹിച്ചിട്ടുണ്ടോ? അത് വരുമ്പോൾ നിങ്ങൾ വെറുതെയല്ല വേണ്ടത്. എൻ്റെ കർത്താവിന് ഇത് കിട്ടിയതാണെങ്കിൽ ഇരിക്കും, എന്നെ ആരും മനസ്സിലാക്കണ്ട, ആരും മനസ്സിലാക്കിയാൽ മതി, എന്നെ സ്വർഗത്തിലെ അപ്പച്ചൻ എന്നെ മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ ആശ്വസിക്കാൻ കഴിഞ്ഞെങ്കിലേ ഉയർപ്പുണ്ടാകുകയുള്ളൂ. ഉയർക്കണോ? രൂപാന്തരപ്പെടണോ? തേജസ്കരിക്കപ്പെടണോ? ഇതെല്ലാം പോരട്ടെ എന്ന് പറഞ്ഞ് ബുക്ക് ചെയ്യണോ? നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് കർത്താവിനെ ക്ഷമ ചോദിച്ച്, കർത്താവേ, നിന്നെ അനുഗമിക്കുവാൻ വിളിക്കപ്പെട്ടവരായ ഞങ്ങൾ നിന്നെ അനുഗമിക്കുന്നില്ല, അനുകരിക്കുന്നുമില്ല. ഇതെല്ലാം സ്വർഗത്തിലെ തലയിലേക്ക് വിടണം. സ്വർഗത്തിലെ പിതാവിന്റെ സന്നിധിയിലേക്ക് ഇത് വിട്ടാൽ മാത്രമേ ഈ കാര്യങ്ങൾക്ക് പ്രശ്നം പരിഹാരം ഉണ്ടാവുകയുള്ളൂ. കർത്താവ് എങ്ങനെയാണ് ഇത് സഹിച്ചത്? പത്രോസ്ലിയായിക്ക് പെന്തക്കോസ്തിക്ക് ശേഷം അതിന്റെ രഹസ്യം പിടിയിട്ടത്. പത്രോസ്ലിയായിക്ക് കുരിശിന്റെ സമയം ഇത് മനസ്സിലായില്ല. ഇട്ട ജോഡി പോയി പള്ളി പറഞ്ഞു. പത്രോസ് പെന്തക്കോസ്തിക്ക് ശേഷം തനിക്കിതെല്ലാം തിരിഞ്ഞു നോക്കി ആ കുറവ് കണ്ടെത്തി അതിന് പരിഹാരം വരുത്താൻ വേണ്ടി തന്നെ ശിഷ്യന്മാരെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. 1 പത്രോസ് 2:24 വായിച്ചു നോക്കി. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 20 മുതൽ 24 വരെ ഒന്ന് വായിച്ചു നോക്കി. പത്രോസ്ലിഹായിക്ക് ആത്മാവിലായതിനു ശേഷം പെന്തക്കോസ്തിക്ക് ശേഷമാണ് തനിക്ക് പരാജയപ്പെട്ടതായ സഹനത്തിന്റെ ജീവിതത്തിൽ ഇനിയും എൻ്റെ മക്കൾക്ക് ആ അബദ്ധം പറ്റരുത്. എത്രയും പേര് നമുക്കുണ്ടാകുന്ന സഹനത്തിന്റെ അനുഭവങ്ങളെല്ലാം സ്വർഗത്തിലെ പിതാവിനെ അറിയിക്കണം എന്നാ പറയുന്നത്. എങ്ങനെയാ? 1 പത്രോസ് 2:20 മുതൽ 24 വരെ. ഇതേതാ പത്രോസാണോ? 1 പത്രോസ് 2:20 മുതൽ. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് പിന്നെ നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ ദൈവത്തിന് പ്രസാദം. പിന്നെ അതിനായിട്ട് നമ്മളെ വിളിച്ചിരിക്കുന്നതാ. നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. പിന്നെ അതിന് ശേഷം ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് കാഴ്ചയോട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചിരിക്കുന്നു. എന്നിട്ട് അവൻ പാപം ചെയ്തിട്ടില്ല, വഞ്ചന ഒന്നുമില്ലായിരുന്നു, ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല, കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറഞ്ഞില്ല. 24 യേശുവിന്റെ മനോഭാവം. ദൈവപുത്രൻ മനുഷ്യപുത്രനായി വന്ന് നമുക്ക് മാതൃക കാണിക്കാൻ വേണ്ടി തനിക്കുണ്ടായ സകല അനുഭവങ്ങളും ആരെ അറിയിച്ചു? സ്വർഗത്തിലെ പിതാവിനെ അറിയിച്ചുകൊണ്ടേയിരുന്നു. ഈ മനോഭാവം ആ പിതാവിന്റെ പ്രത്യേകതയാണ്. കാര്യം ന്യായമായി വിധിക്കുന്നവെങ്കിൽ, അങ്ങനെ ഒരു വാക്യം കൂടി ഉണ്ടോ അതിനകത്ത്? അതൊന്ന് വായിച്ചു നോക്കിയാട്ടെ. കാര്യം ന്യായമായി വിധിക്കുന്ന പിതാവിന്റെ സന്നിധിയിൽ പറഞ്ഞുകൊണ്ടിരുന്നു എന്നാ പറയും. ആ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം വരും. അപ്പൊ പിതാവിന് മാത്രമേ ന്യായമായിട്ട് വിധിക്കാൻ കഴിയുള്ളൂ. ബാക്കിയുള്ള വിധിയെല്ലാം ഏകപക്ഷീയമാകാം, അത് സത്യത്തിന് വിരുദ്ധമാകാം, ആരുടെയെങ്കിലും പ്രേരണയിലാകാം. ആരുടെയും വിധിയിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. സ്വർഗത്തിലെ പിതാവിന് നമ്മുടെ എല്ലാവരുടെയും കേസ് കേൾക്കാൻ തക്കവണ്ണം അത്രയ്ക്ക് തുറന്ന ഹൃദയവും സമയവുമുണ്ട്. ആയിരക്കണക്കിന് കോടിക്കണക്കിന് പേര് പിതാവിനെ വിളിച്ച് പറഞ്ഞാലും പിതാവ് എനിക്ക് സമയമില്ലെന്ന് പറയുവോ? മക്കളെ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി തന്നെ ഒരു ലൈൻ ഞാൻ മാറ്റിയിട്ടിരിക്കുക. നമ്മൾ ആര് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയെല്ലാം കേൾക്കത്തക്കവണ്ണം കർത്താവിന് നമുക്ക് വേണ്ടി പ്രത്യേക ഫോൺ ലൈനുണ്ട്. നമ്മുടെ ഫോണിൽ ആരെങ്കിലും വിളിച്ചാൽ എൻഗേജ്ഡ് ആണെന്ന് പറയാൻ ഒക്കുമോ? നമ്മൾ ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഫോൺ വിളിച്ചാൽ അവർക്ക് സംസാരിക്കാൻ ഒക്കുമോ? എൻഗേജ്ഡ് ഇട്ടുകൊണ്ട് കേൾക്കും, നമ്മളങ്ങ് ഓഫ് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പൊ വിളിച്ചു പറയും, ഇത്
ഫോണ് എൻഗേജ്ഡ് ആണെന്ന് പറയില്ലേ, അത് വിളിച്ചു പറയാൻ ആളിനെ ഇരുത്തിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, സ്വർഗത്തിലെ പിതാവിനെ വിളിച്ചാൽ പിതാവ് പറയും എനിക്കിപ്പോൾ നേരെയില്ല, ഞാൻ വേറെ ആളോട് പറഞ്ഞാലും പറയാൻ എനിക്ക് പറയുമോ? ഇല്ല. അപ്പൊ അങ്ങനെ ഒരു പിതാവ് നമുക്കുള്ളപ്പോ എത്ര കോടി പേര് വിളിച്ചാലും അവരുടെ എല്ലാം പ്രാർത്ഥന കേൾക്കാനും അത് പരിഹരിക്കാനും അതിന് മറുപടി തരാൻ കഴിയുള്ള ഒരു അപ്പച്ചൻ നമുക്ക് സ്വർഗത്തിലുള്ളപ്പോൾ എന്തിനാണ് വിചാരപ്പെടുന്നത്? ആ അപ്പനോട് ഇതൊക്കെ പറയാൻ പഠിച്ചെങ്കിൽ മാത്രമേ സഹനത്തിൽ നമുക്ക് വിജയിക്കാൻ. അപ്പൊ എന്ത് സഹനം വന്നാലും നമ്മൾ ഉടനെ ഒരു ന്യായവിധി കൽപ്പിക്കുകയല്ല, പിറുപിറുക്കുകയല്ല. ഇത് എന്റെ ജീവിത പങ്കാളിയായ പിതാവ് എനിക്ക് തന്ന ഇമ്മാനുവേൽ, ആ ദൈവത്തിന്റെ പുത്രൻ മനുഷ്യപുത്രനായവൻ എനിക്ക് വേണ്ടി സഹിച്ചിട്ടുണ്ട്. എനിക്ക് സഹിക്കാൻ കഴിവില്ലാത്ത എല്ലാം അവൻ സഹിച്ചിട്ടുണ്ട്. എനിക്ക് കഴിയുന്നതേ അവൻ തന്നിട്ടുള്ളൂ. അതെ, ശകലെങ്കിലും അനുഭവിച്ചുകൂടെ? കർത്താവിന് വന്നതെല്ലാം നമ്മൾക്ക് സഹിക്കാൻ ഒക്കുവോ? കർത്താവിന് വന്ന പോലെ വന്നാൽ, പക്ഷെ അതിന്റെ ഒരു അംശമെങ്കിലും നമുക്ക് തരും. അതെന്തിനാണെന്നറിയാവോ? കല്യാണത്തിന്റെ അന്ന് എങ്കിലും എന്റെ അച്ചായ മുഴുവൻ അങ്ങ് അനുഭവിച്ചിരിക്കും, എന്നെ ശകലം തരാഞ്ഞെന്ന് ചോദിക്കും. അത് പറയാതിരിക്കാൻ വേണ്ടി ശകലം ഇട്ടിട്ട്, അങ്ങനെ ഒരു കഥയുണ്ട്, കേട്ടിട്ടുണ്ടോ? കൈക്കൂലി വാങ്ങിക്കുന്നവരെ നിർദ്ദയമായി യാതൊരു ദയയില്ലാതെ 100 അടി കൊടുക്കുന്ന ഒരു ന്യായാധിപൻ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത്. കേട്ടിട്ടുണ്ടോ കഥ? കേട്ടിട്ടില്ലായിരിക്കില്ലേ? അങ്ങനെ ആ ദേശത്തുള്ളവർ അനേക ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി വാങ്ങിച്ചതിന് അടി കൊണ്ടുവണ്ടി വന്നു. കൈക്കൂലി വാങ്ങിക്കുന്നവരെ പിടികൂടിയാൽ പരസ്യമായിട്ടൊരു സ്റ്റേജ് ഉണ്ടാക്കി അവരെ അവിടെ നിർത്തി അടിച്ച് ആ ദേശത്തെ കൈക്കൂലി നിർത്താൻ വേണ്ടി ഒരു ദേശത്തെ ഒരു ന്യായാധിപൻ അങ്ങനെ വേല ചെയ്തതായിട്ടൊരു കണക്കുണ്ട്. അനേക അടി കൊണ്ടവരെല്ലാം കൂടെ രഹസ്യമായിട്ടൊരു ഗൂഢാലോചന നടത്തി. ഇവൻ ഇത്ര വലിയ നീതിമാനാണല്ലോ. ഈ ന്യായാധിപന്റെ ഭാര്യ ഒരു വലിയ ഉദ്യോഗസ്ഥയാണ്. നമുക്ക് അവളെ കൊണ്ട് കൈക്കൂലി വാങ്ങിപ്പിച്ച് അവളെ അടിക്കുമെന്ന് നമുക്കൊന്ന് കാണാം. അവരെ സൂത്രത്തിൽ ഓഫീസറായി വേല ചെയ്യുന്ന ആ ജഡ്ജിയുടെ ഭാര്യയുടെ ഓഫീസിൽ ചെന്ന് ഒരു നല്ല തുക ആ മേശയ്ക്കകത്തോട്ട് ഇട്ടേച്ച് ഒരു കാര്യത്തിന് ഒപ്പിടിച്ചു. അവളം കണ്ടടച്ചു. അതിന്റെ ഫോട്ടോ എടുക്കാൻ ആളുണ്ടായിരുന്നു, അതിന് തെളിവെടുക്കാൻ വേറെ ആളുണ്ടായിരുന്നു. പിറ്റേ ദിവസം കേസ് വന്നു, പിടിക്കപ്പെട്ടു, തൊണ്ടി സഹിതം പിടിക്കപ്പെട്ടു. അവളും കൈക്കൂലി വാങ്ങാൻ ചെന്ന് തെളിവുണ്ടായി. ആ രാജാവ് അല്ലെങ്കിൽ ആ ന്യായാധിപൻ യാതൊരു ദയം കാണിക്കാതെ ഇവക്കിട്ട് 100 അടി കൊടുക്കണമെന്ന് തീരുമാനിച്ചു. എല്ലാവരും കാണാൻ വന്നു. ഉദ്യോഗസ്ഥന്മാരൊക്കെ ഭാര്യയെ ശിക്ഷിക്കുന്ന കാണാൻ വേണ്ടി എല്ലാവരും ഒന്നിച്ചു കൂടി. സ്റ്റേജിൽ ഇവളെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. വിധിന്യായം വായിച്ചു കേൾപ്പിച്ചു. ഇത്രാം തീയതി ഇന്ന ദിവസം ഇന്ന കാര്യത്തിന് കൈക്കൂലി വാങ്ങിച്ച അവളെ മുൻ പതിവ് പോലെ ഇതാ 100 അടി കൊടുക്കാൻ പോവുകയാണോ? എല്ലാവരും കൈയടിച്ച് പാസ്സാക്കി കൊള്ളാം, ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. ശകലം കഴിഞ്ഞപ്പോഴേ ഈ ന്യായാധിപൻ അങ്ങോട്ട് ഇറങ്ങി നിന്ന് ചോദിച്ചത് എൻ്റെ ഭാര്യയാണ്. അവൾ അടിയുണ്ടാപ്പനെ ശേഷിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്ക് ജീവിത പങ്കാളിയായിട്ട് ദൈവം തന്നതാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങ് അടി കൊള്ളാൻ പോകാമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ജഡ്ജിയുടെ വേഷം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു കൊലപ്പുള്ളിയുടെ വേഷം അങ്ങോട്ട് കെട്ടി. എന്നിട്ട് പറഞ്ഞു ആദ്യം എനിക്കിട്ട് അടിക്കുക, അവസാനം അവൾക്ക് 2-3 അടി കൊടുത്താൽ മതി. അങ്ങനെ അങ്ങ് അടി തുടങ്ങി. അപ്പൊ അടിക്കാൻ വന്ന ആരാച്ചാര്യ ജഡ്ജിയെ അടിച്ച കേസാകുമെന്ന് പേടിച്ച് നിൽക്കുകയാണ്. ഇപ്പൊ ജഡ്ജിയല്ല നിൽക്കുന്നത്, ഇവിടെ ഭർത്താവാ, ഞങ്ങളൊന്നാ. അതുകൊണ്ട് അവള് കാണിച്ച തെറ്റ് തന്നെ. നിങ്ങളൊക്കെ അടി കൊണ്ടുവരാ, ഇവളെ അടിക്കാൻ പോകും, അടിക്കുക. അപ്പൊ പാപത്തിന്റെ ശമ്പളം മരണമല്ലേ, പാപത്തിന് ശിക്ഷ വഹിക്കണം. ഞാൻ ആ നീതിബോധത്തോടെ തന്നെയാണ് കൈക്കൂലി വാങ്ങയിൽ നിർത്തി വെച്ച് നീതി ന്യായമുള്ള ഒരു അന്തരീക്ഷം വരാൻ വേണ്ടി ഇതൊക്കെ ചെയ്തിരിക്കും. ആഴമായ ബോധ്യമുണ്ടത്. അല്ല ഞാൻ പക്ഷാഭേദം കാണിക്കുകയില്ല എന്ന് പറഞ്ഞ് കുനിഞ്ഞങ്ങോട്ട് നിന്നു കൊടുത്തു. അടിക്കുന്ന ആരാച്ചവിടെ അടിയടാന്ന് പറഞ്ഞു. അടിയങ്ങ് തുടങ്ങി. നീ പേടിക്കണ്ട, അതിന് ജോലിയൊന്നും പോകുകയില്ല. ഇപ്പോൾ കൈക്കൂലി വാങ്ങിച്ച ഇവളുടെ ഭർത്താവിനെയാണ് നീ അടിക്കുന്നത്, ഞങ്ങൾ രണ്ടും കൂടി ഇതൊക്കെ പങ്കിടുക, ഞങ്ങളുടെ അവകാശമാണ്. ഒരു 10-15 അടി ആയപ്പോഴത്തേക്ക് അവള് കയറി, അയ്യോ എന്റെ അച്ചായോ മുഴുവൻ അടി കൊണ്ട് എനിക്കൊരു 2-3 അടി വേണമെന്ന് പറഞ്ഞു. അച്ചായനി അടി മുഴുവൻ കൊണ്ട് എനിക്ക് പിന്നെ ആരാ, എനിക്കൊരു അച്ചായം വേണ്ടേ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പിടിച്ചു പറിക്കാൻ തുടങ്ങി അടി. അങ്ങനെയാണെങ്കിൽ ഒരടി അവൾക്ക് കൊടുക്കുമ്പോൾ അച്ചായനിക്ക് വന്നതാണ്. രണ്ടുപേരും മാറി മാറി അടി കൊള്ളാൻ തുടങ്ങി. കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഇനിയും ബാക്കി മുഴുവൻ എന്നെ അങ്ങ് അടിച്ചത്. ഇനിയും ബാക്കി അടി അവൾ കൊണ്ടാ പിന്നെ എനിക്ക് കഞ്ഞി വെച്ച് തരേണ്ടതാ, എന്നെ ശുശ്രൂഷിക്കേണ്ട ആളാ, എന്നെ ജീവിത പങ്കാളിയാ, ബാക്കി മുഴുവൻ ഞാൻ കണ്ടോളാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി അടി പങ്കിട്ടു എന്നൊരു കഥയുണ്ട്. പിന്നെ ഒരിക്കലും ആ രാജ്യത്തെ കൈക്കൂലി ഉണ്ടായിട്ടില്ല. ഇത് തന്നെയാ സംഭവിച്ചത്. 10 കൽപ്പന ആചരിക്കുന്നവരാരും ഇല്ല എന്ന് കണ്ടപ്പോൾ സ്വർഗത്തിലെ പിതാവ് തന്നെ പുത്രനെ നീ പോയി അങ്ങ് അടി കൊണ്ടോളാൻ പറഞ്ഞു. ഇപ്പൊ കർത്താവ് കാൽവരിയിൽ ഏറ്റത് അടി എന്തിനാ? നമ്മൾ കൊള്ളേണ്ട അടി നമുക്ക് കൊള്ളാൻ കഴിവില്ലാത്തത് കൊണ്ട് കർത്താവ് വന്ന് എന്നെ ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞ് താൻ അടി കൊണ്ടപ്പോൾ നമുക്ക് ബോധമുണ്ടെങ്കിൽ എന്റെ അച്ചായോ മുഴുവൻ കൊള്ളണ്ട, ഞാൻ ശകലം കൊള്ളാമെന്ന് ഏറ്റു. അതിനാണ് നമുക്ക് വെള്ളിയാഴ്ച വന്ന് കുരിശെ കയറി കെട്ടിപ്പിടിക്കുക.
അപ്പൊ അങ്ങനെ വരുമെന്ന് കർത്താവിനറിയാം. സ്നേഹമുള്ള തന്റെ ഭാര്യ, തന്റെ പ്രിയതമ അവസാനം കരയും, കല്യാണത്തിന് എങ്കിലും എന്റെ അച്ചായോ മുഴുവൻ അടിയങ്ങളുണ്ട് എന്ന് എനിക്ക് എന്നെ 2 തരാഞ്ഞത് ചോദിക്കരുത്. അതിന് ആധാരമായ ഒരു വേദഭാഗമുണ്ട്. എവിടെയാണെന്നറിയാവോ? കൊലോസ്യ ലേഖനത്തിലുണ്ട്. കർത്താവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് പൂരിപ്പിക്കാനാണ് നമുക്ക് കുറച്ച് കഷ്ടത ഇട്ടിരിക്കുന്നത്. ആ വാക്യം നിങ്ങൾ ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? കൊലോസ്യ ലേഖനത്തിൽ അങ്ങനെ ഒരു വാക്യമുണ്ട്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന കഷ്ടതകൾ കർത്താവ് സഹിച്ചതിന്റെ ബാക്കിയാ. നമ്മളെ കൊണ്ട് വഹിക്കാൻ കഴിവില്ലാത്തെല്ലാം വഹിച്ചു കഴിഞ്ഞു. എന്നാൽ കർത്താവുമായിട്ട് കൂട്ടായ്മ കിട്ടാൻ വേണ്ടി, പൂരിപ്പിക്കാൻ വേണ്ടി മാത്രം കുറച്ചിട്ടിരിക്കുന്നേ ഉള്ളൂ. ഈ വിശ്വാസം ഉണ്ടെങ്കിൽ ആരെങ്കിലും വെറുതെറുക്കുവോ? നിങ്ങൾ കണ്ടോ വാക്യം എവിടെയാണെന്ന്? കൊലോസ്യ ലേഖനം 1-ാം അധ്യായം തൊട്ട് നോക്കിയാട്ട് അവിടെ കർത്താവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് പൂരിപ്പിക്കാനാണ് നമ്മുടെ കഷ്ടങ്ങൾ ദൈവം അനുവദിച്ചിരിക്കുന്ന ഒരു വാക്യമുണ്ട്. ആരെങ്കിലും കണ്ടോ? കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ എത്രാം വാക്യമാ? അപ്പോ കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസിന് കിട്ടിയ ഒരു വെളിപ്പാടാണ്. അതുകൊണ്ടാണ് പൗലോസ് സന്തോഷത്തോടെ ഈ കഷ്ടങ്ങളെല്ലാം സഹിച്ചു. ഒത്തിരി ലിസ്റ്റ് പറയുന്നുണ്ട് പൗലോസ് സഹിച്ച കഷ്ടതയുടെ ലിസ്റ്റ്. അതെല്ലാം എനിക്ക് സന്തോഷമാണ്. എന്റെ കർത്താവ് സഹിച്ചതിന്റെ ഒരു പങ്ക് മാത്രമേ ഇതുള്ളൂ. എനിക്ക് എന്റെ കർത്താവിനോട് പങ്കാളിത്തം ഉണ്ടാകുവാൻ, എന്റെ കർത്താവുമായിട്ട് പങ്കിടാൻ വേണ്ടി കർത്താവ് കുറെ മാറ്റിയിട്ടിരുന്നതാണ് കർത്താവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത്. ആ കുറവെന്ന് പറയുന്നത് ഏതാ? നമ്മളെ കൂടെ സംബന്ധിപ്പിക്കാൻ വേണ്ടി കുറച്ച് മാറ്റിയിട്ടിരുന്നെന്നാ പറയുന്നത്. കർത്താവ് എത്ര അടിയുണ്ടെന്നറിയാവോ? ഗവേഷണം നടത്തിയിട്ടുണ്ട്. 1000കണക്കിന് അടികൾ കൊണ്ടിട്ടുണ്ട്. 1000കണക്കിന് അടി കൊണ്ടത് ഈ ചമ്മട്ടിയുടെ അറ്റത്ത് ചൂണ്ട വെച്ച് അടിച്ചെന്നാ പറയുന്നത്. അപ്പോൾ എവിടെയെങ്കിലും പോയി കോർക്കും. വലിച്ചിങ്ങോട്ട് ഊരുമ്പോൾ ഉഴവുചാല് പോലെ ഓരോ കീറലുണ്ടാവുമെന്നാ പറഞ്ഞു, ഓരോ അടിയും കൊണ്ടും. അങ്ങനെ കർത്താവ് 1000കണക്കിന് അടി കൊണ്ടു. അവസാനം വന്നപ്പോൾ അവരെ അടി നിർത്തി. കുറച്ച് മിച്ചമുണ്ടായിരുന്നു. നമ്മളെ ആരെങ്കിലും അടിച്ചെങ്കിൽ അത് എന്ത് വിചാരിക്കണം? കർത്താവ് ഉണ്ടതിന്റെ ബാക്കി അടി അതൊരു ഭാഗ്യമായി കരുതണം. അല്ല, എന്നെ ഇന്നൊരു അടിച്ചെന്നല്ല പറയണം. കർത്താവേ എനിക്കും കിട്ടിയ ഒരടി എന്ന് പറയണം. അങ്ങനെ ആ ഒരു വിശ്വാസത്തോടെ നമ്മൾ ഇതെല്ലാം സഹിക്കാമെങ്കിൽ നമുക്ക് എന്ത് സാധിക്കാം? കർത്താവിന്റെ അതേ ഉയർപ്പ്, കർത്താവിന്റെ അതേ തേജസ് കണ്ട് നമുക്കും, എന്നിട്ട് ഉയർത്തെഴുന്നേറ്റ് തേജസ് ചെയ്യപ്പെട്ട് യേശുവിന്റെ ശരീരത്തിലോട് ചേരുന്ന ആ തലയോട് ചേരുന്ന ഉടലായി നമ്മൾ മാറുമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറ്റിയിരിക്കുന്ന കുഴപ്പം എന്താ? ശിഷ്യന്മാരോട് പറഞ്ഞതായി ഈ വചനം അവരാരും ഗ്രഹിച്ചില്ല. കുറെ കഴിഞ്ഞപ്പോൾ യോഹന്നാൻ കിഴിച്ച് ചോദിക്കും. യോഹന്നാൻ മാത്രം കുറച്ച് മനസ്സിലായി. യോഹന്നാൻ മാത്രം കുരിശിന്റെ കൂടെ നിന്നു, ബാക്കിയുള്ളവരെല്ലാം ഇട്ടേച്ച് പോയി. നമ്മൾ ഏത് കൂട്ടത്തിലാ? അപ്പോൾ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ 12-ൽ 1 മാത്രമേ ശകലെങ്കിലും ഇത് മനസ്സിലായുള്ളൂ. 12-ൽ 11 ഇത് മനസ്സിലാക്കാത്ത കൂട്ടത്തിലായിരുന്നു. നമ്മൾ ഏത് കൂട്ടത്തിലാ? നമുക്ക് മനസ്സിലായോ? എല്ലാ കൊല്ലവും ഈ കഷ്ടാനുവാഴ്ച വെച്ചിരിക്കുന്നതിന്റെ അതിന്റെ അർത്ഥമാണ്. കഴിഞ്ഞ കൊല്ലത്തിനേക്കാൾ ശകലം കൂടെ നമ്മുടെ ധാരണശക്തി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ എന്റെ കർത്താവ് അനുഭവിച്ചതിന്റെ ബാക്കി കുറവായുള്ളത് എന്റെയും കൂടെ സംബന്ധിപ്പിക്കാൻ വേണ്ടി ബാക്കിയിട്ടിരിക്കുന്നത് മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ. അത് ഒരു ബേർഡൻ അല്ല, ഒരു പ്രിവിലേജാണ്. ഇറ്റ് ഈസ് നോട്ട് എ ബേർഡൻ, ഇറ്റ് ഈസ് എ പ്രിവിലേജ് എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത്. അതുകൊണ്ട് ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കേണ്ടി വരുന്നത് ലജ്ജിക്കരുത് എന്ന ഈ 1 പത്രോസ് 2-ന്റെ 20 മുതൽ 24 വരെ ഒന്നുകൂടെ വായിക്കുകയാണ്. അങ്ങനെ നമ്മൾ എല്ലാം പിതാവിനെ അറിയിക്കണം. പിതാവെ, നീ അനുവദിച്ചിട്ട് ഞങ്ങളെ ജാതികളെ ഏൽപ്പിച്ചു. ജാതികൾ ഞങ്ങളെ പരിഹസിക്കുന്നുണ്ട്, തുപ്പുന്നുണ്ട്, അടിക്കുന്നുണ്ട്, ഇടിക്കുന്നുണ്ട്. കർത്താവിന് കിട്ടിയിടത്തോളം ഇല്ലല്ലോ, ബാക്കിയെല്ലാം കർത്താവ് അനുഭവിച്ചു പോയല്ലോ, ഇത്രേ കിട്ടിയുള്ളൂ എന്നാ പറയേണ്ടത്. അല്ല, ഇത്രേ ആയെന്നല്ല പറയേണ്ടത്. ഒന്നുകൂടെ വായിച്ചാട്ടെ. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ ദൈവത്തിന്റെ പ്രസാദം. പിന്നെ അങ്ങനെ ഒരു ദൈവവിളി ഉണ്ടെന്നാ പറയുന്നത്. അങ്ങനെ ഒരു ദൈവവിളി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യേശുക്രിസ്തു സഹിച്ചതിന്റെ ബാക്കി സഹിക്കാനുള്ള വിളി. അതിനകത്ത് പരിഹാസമുണ്ട്, തുപ്പലും ഉണ്ട്. 41 കൊല്ലമായിട്ട് മൈലപ്പുറം ആശ്രമത്തിൽ താമസിക്കുന്ന എനിക്ക്, ഞാനിതെല്ലാം ബുക്ക് ചെയ്തിരിക്കുക, എനിക്ക് വേണം. മുഖത്താരും തുപ്പിയിട്ടില്ല, പക്ഷെ മുറ്റത്ത് തുപ്പിയേച്ച് പോയിട്ടുണ്ട്. ധ്യാനം നടത്തിയതിന് വേണ്ടിയാ. ധ്യാനം നടത്തി ധ്യാന മന്ദിരത്തിലെ ചില കാര്യങ്ങൾ പശ്ചാത്തലത്തിൽ പല ഗ്രൂപ്പായി ഒരാള് കയറി വന്ന് മുറി വന്ന് ഊത് തുപ്പാൻ ധൈര്യമില്ലാഞ്ഞുകൊണ്ട് ഗേറ്റിങ്ങിൽ വന്ന് തുപ്പിയേച്ച് പോയിട്ടുണ്ട്. ഞാൻ ധന്യനാണ്. ഒരു 100 അടി അകലെ. പക്ഷെ ഇനിയും ഒരാൾ നേരിട്ട് വന്നതിന്റെ മുഖത്ത് നല്ല കഫമുള്ള ഒരാള് തുപ്പിയിട്ട് അതൊന്ന് ആസ്വദിക്കണമെന്ന് പറഞ്ഞ് കാത്തിരിക്കുക. എങ്കിലേ നമുക്ക് കർത്താവ് അനുഭവിച്ചതിന്റെ പങ്ക് അനുഭവിക്കാം. ഈ പാവപ്പെട്ട പിള്ളേരെ എടുത്ത് വളർത്തുന്ന ഒരു
സെന്റ് തെരേസായോ അല്ല മദർ തെരേസായെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ മദർ തെരേസ ഇങ്ങനെ അനാഥ പിള്ളേരെ വളർത്തുമ്പോൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടി പല വീടുകളിൽ ഇങ്ങനെ ഭിക്ഷ അയച്ചു പോകുമായിരിക്കും. ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ക്രൂരനായ ദുഷ്ടനായ ഒരു മനുഷ്യൻ കാക്കിച്ചു തുപ്പിയെന്നാ പറയും മുഖത്ത്. സന്തോഷത്തോടെ എനിക്കുള്ളത് കിട്ടി സാറേ, എൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ളത് അത് വാങ്ങിച്ചുകൊണ്ട് പോയി. അത് കേട്ടോ അയാൾ മനസ്സാനപ്പെട്ടെന്നാ പറഞ്ഞു. അല്ലാതെ കാക്കിച്ചു തുപ്പി ഞാൻ മദർ തെരേസയാണ്, നിങ്ങൾ എന്നെ തുപ്പിയോ എന്നുവല്ലതും ചോദിച്ചോ? അയ്യോ, ഞാനിത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് വന്നത്. ഇതെനിക്ക് ആവശ്യമായി. എൻ്റെ യജമാനായ എൻ്റെ കർത്താവിന് തുപ്പ് കിട്ടിയതാ, ഒത്തിരി തുപ്പ് കിട്ടിയതാ. എനിക്ക് ഒരു തുപ്പെങ്കിലും കിട്ടിയല്ലോ, അതെനിക്കുള്ളത് കിട്ടി, ഞാൻ നന്ദിപൂർവ്വം കൈപ്പറ്റിയിരിക്കുന്നു എൻ്റെ കുഞ്ഞുങ്ങൾക്ക്. അത് കേട്ടപ്പോൾ അയാളുടെ ഹൃദയം. അപ്പം നമ്മുടെ സഹനം കണ്ടിട്ട് വേണം ആരെങ്കിലും, അല്ലാതെ നമ്മുടെ വാദപ്രതിവാദം കേട്ടിട്ടോ തിരിച്ചടിയിലൊന്നും അല്ല മാനസാന്തരം. അപ്പൊ യേശുവിന് സഹനം കണ്ടപ്പോൾ ആര് മാനസാന്തരപ്പെട്ടു? ഒരു ശതാധിപൻ പറഞ്ഞു ഇവൻ ദൈവത്തിന്റെ പുത്രനാണെന്ന് പറഞ്ഞു. വലതുവശത്തെ കള്ളൻ പറഞ്ഞു ഇവൻ രാജാവാണെന്ന് പറഞ്ഞു. കള്ളനും ശതാധിപനും രക്ഷപ്പെട്ടതുപോലെ നമ്മുടെ സഹനം കണ്ടിട്ട് ആരെങ്കിലും മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? എനിക്കൊരു അമ്മായിയമ്മയും മരുമകളെ അറിയാം. ആ അമ്മായിയമ്മ മഹാപോരുകാരത്തി. ആ അമ്മായിയമ്മയ്ക്ക് കല്യാണം കഴിക്കാത്ത ഒരു മകള് വീട്ടിലുണ്ട്. 19 വയസ്സായി, കല്യാണം കഴിഞ്ഞിട്ടില്ല. കല്യാണം കഴിച്ച് കയറി വന്ന മരുമകളെ നിർത്തിപ്പൊരിക്കുക. എന്താ എന്നാ എടുത്താലും തെറ്റ്. അമ്മയും മകളും ഒരു ഗ്രൂപ്പ്, മരുമകൾ എതിർ ഗ്രൂപ്പ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മരുമകൾ ബൈബിൾ ക്ലാസ്സിന് പോകാൻ തുടങ്ങി, പ്രാർത്ഥന യോഗത്തിനും ധ്യാനത്തിനും പോകാൻ തുടങ്ങി. ഈ വേദഭാഗമൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ സഹനം നല്ലതാണ്, ഈ അമ്മായിയമ്മയെ സ്നേഹിക്കണം, ഈ അമ്മായിയമ്മ പ്രസവിച്ച ആൾ എൻ്റെ ഭർത്താവാണല്ലോ, ഇപ്പൊ പോരുകാരത്തിയാണെങ്കിലും അതില്ലാതാകുകയല്ലോ, എൻ്റെ അമ്മച്ചി എനിക്ക് വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ സഹിക്കുമായിരുന്നു. സഹിച്ച് ദൈവസന്നിധിയിൽ അവരെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മായിമ്മ സുഖമില്ലാതെ വീണു, കിടപ്പായി. എല്ലാ കാര്യം കിടക്കെ തന്നെയായി. ഈ മരുമകളാണ് ശുശ്രൂഷിക്കുന്നത്, മലവും മൂത്രമൊക്കെ എടുക്കുന്നത്, ആഹാരം കൊണ്ട് കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് അമ്മയ്ക്ക് സഹായിയായിട്ട് നിന്ന ആ മകൾ കല്യാണം കഴിച്ചങ്ങ് പോയി, പോരുകാരത്തി. അവൾ അവിടെ ചെന്ന് വെള്ളം കോരിക്കൊണ്ടിരുന്നപ്പോൾ പാലത്തടി ഒടിഞ്ഞ് വെള്ളത്തിലോട്ട് അങ്ങ് വീണങ്ങ് ചത്തു. അപ്പൊ അമ്മയുടെ ഏക ആശ്രമമായിരുന്ന ഒരു മകള് കല്യാണം കഴിഞ്ഞെങ്കിലും വെള്ളത്തിൽ വീണങ്ങ് ചത്തു. അത് വലിയ ഷോക്കായി. ഈ അമ്മയ്ക്ക് വലിയ അസ്വസ്ഥതയും സങ്കടമൊക്കെ ഉണ്ടായി. രോഗിയായ കിടപ്പിലായപ്പോൾ ആരുണ്ട് ഇപ്പം നോക്കാൻ? പണ്ട് നിർത്തി പൊരിച്ച മരുമകളുണ്ട്. അപ്പോൾ അയൽവക്കംകാർ പറഞ്ഞു നിന്നെ നിർത്തി പൊരിച്ചോളാം, കിടത്തി അങ്ങ് പൊരിച്ചോളാൻ പറഞ്ഞു. അയൽവക്കംകാരൊക്കെ പറഞ്ഞു ഇല്ല, ഞാൻ കിടത്തി പൊരിക്കുകയില്ല, ഞാൻ അമ്മയെ ശരിക്കും സൂക്ഷിക്കും. എൻ്റെ ഭർത്താവിനെ പ്രസവിച്ച് വളർത്തി എനിക്ക് തന്ന എൻ്റെ അമ്മ തന്നെ, നല്ല അമ്മ തന്നെ, എനിക്കൊരു പരിഭവമില്ല. അവർ ചെയ്തതൊക്കെ എൻ്റെ ജാതിയെ കർത്താവ് ഏൽപ്പിച്ചുകൊണ്ട് ജാതിയുടെ ഒരു വേലയാണ്. അത് കർത്താവ് അനുഭവിച്ച കുരിശിൻ്റെ ബാക്കി എനിക്ക് കിട്ടിയത് ഒരു ഭാഗ്യമാണ്. അതുകൊണ്ട് ഞാൻ അമ്മയെ ശരിക്കും നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഭർത്താവ് ചന്തയ്ക്ക് പോയപ്പോൾ പറഞ്ഞു എൻ്റെ അമ്മച്ചിക്ക് ഇഷ്ടമുള്ളതാണ് മീൻ വറുത്തതും മീൻ വെച്ചതും, അതൊക്കെ എല്ലാത്തരം മീൻ ഐറ്റം കൊണ്ടുവരാൻ പറഞ്ഞു. വറ്റിക്കാനുള്ളത്, കറി വെക്കാനുള്ളത്, വറക്കാനുള്ളത് എല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു. ഇനം തിരിച്ച് വാങ്ങിച്ചുകൊണ്ട് വന്ന എല്ലാം ശരിക്ക് ഭംഗിയായിട്ട് അങ്ങോട്ട് പാകം ചെയ്തിട്ട് അമ്മച്ചിയുടെ അടുത്തോട്ട് അങ്ങോട്ട് കൊണ്ടുവന്നു. അമ്മച്ചി ഇതങ്ങോട്ട് കഴിച്ചേ. എടി ഇത് എവിടെ കിട്ടിയത്? നന്നായില്ല, ഞാൻ ആഗ്രഹിച്ച് മോഹിച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ഓരോന്ന് കയ്യിലോട്ട് കൊടുക്കും, 2 കയ്യിലും നിറച്ചെടുത്തും കഴിച്ച് വയറ് നിറഞ്ഞപ്പോൾ എൻ്റെ പൊന്നുമോളെ നീ വന്നോണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഞാൻ വിചാരിച്ച എൻ്റെ മോളായിരിക്കും എന്നെ എനിക്ക് വെള്ളം തരുന്നത്. അവൾ പോയി കിണറ്റിൽ ചാടി, കിണറ്റിൽ വീണു. നീയാണ് ഈ വീട്ടിൽ വന്നോണ്ടാണ് രക്ഷപ്പെട്ടത്. അപ്പൊ സഹനത്തിന്റെ ഗുണം മനസ്സിലായോ? അങ്ങനെ ആ അമ്മായിയമ്മ ഈ ആ മകളെ അനുഗ്രഹിച്ചു. ഈ അമ്മായിയമ്മ എനിക്ക് പരിചയമുണ്ട്, മരുമോൾ എനിക്ക് പരിചയമുണ്ട്. എൻ്റെ അമ്മയെ എൻ്റെ വല്യമ്മയുടെ കാര്യമായി പറഞ്ഞത് ഞാൻ കണ്ടു. അപ്പൊ ആ അനുഗ്രഹം ഇന്ന് അനേക തലമുറകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ സഹനത്തിന്റെ ഗുണം മനസ്സിലായോ? അപ്പൊ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഈ വേദഭാഗം മനസ്സിലാക്കി കിട്ടാനുള്ള ഗുണം ഇതാ. പലർക്കും ഇത് മനസ്സിലാകുകയില്ല. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം മനസ്സിലാക്കാൻ. നമ്മുടെ കണ്ണുകൾ ഓർക്കാമെന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ വായിച്ചതായ തിരുവചനങ്ങൾ നിന്റെ കൂടെ ഉണ്ടായിരുന്ന 11 ശിഷ്യന്മാർക്ക് മനസ്സിലാകാതെ അവർ കുരിശുമായിട്ട് പോയി ചേർന്നു. അവർ കർത്താവ് കുരിശ് ഉണ്ടാക്കുന്നവരുടെ അവിടെ കൂടി. ഒരാൾ മാത്രം കൂടെ നിന്ന പോലെ ഞങ്ങൾ ഏത് കൂട്ടത്തിലാണ് ഞങ്ങളെ തന്നെ ശോധന ചെയ്യുകയാണ്. അങ്ങനെ ജാതികൾക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ
അവരെ പരിഹസിക്കും, തുപ്പും, ചവിട്ടും, ഇതൊക്കെ ചെയ്താലും എന്റെ കർത്താവിന് കിട്ടിയതിന് ബാക്കിയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇതുവരെ ആശ്വസിച്ചിട്ടില്ല. ഞങ്ങൾ പലരോടും പരിഭവമുണ്ട്, പലതിനോടും ഞങ്ങൾ പരാതിയുണ്ട്, പരിഭവമുണ്ട്. ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹിക്കുവാനുള്ള കൃപ തരണമേ. ഞങ്ങൾ കർത്താവിന്റെ കഷ്ടങ്ങൾ കുറവായുള്ളത് പൂരിപ്പിക്കാൻ തന്നിരിക്കുകയാണ്. അത് ആർത്തിയോടെ സന്തോഷത്തോടെ ഏറ്റുവാങ്ങി സഹിഷ്ണുതയും സിദ്ധതയും സിദ്ധത പ്രത്യാശയെ ഉളവാക്കി പ്രത്യാശയുടെ ധൈര്യം പിടിച്ചാൽ ഞങ്ങൾ ദൈവത്തിന്റെ ഭവനമാകും എന്നുള്ള എബ്രായ ലേഖന കർത്താവിന്റെ വചനം ഞങ്ങൾ ഓർക്കുകയാണ്. അങ്ങനെ റോമാലേഖനം 5-ലെയും എബ്രായ ലേഖനം 3 അധ്യായത്തിലെയും പ്രത്യാശ ലഭിക്കുന്ന സാഹചര്യത്തിൽ കഷ്ടതയിൽ നിന്ന് കിട്ടുന്നതായ സിദ്ധികൾ അത് ഞങ്ങളെ ചലിക്കുന്ന ദേവാലയങ്ങളായി മാറി ആ ദേവാലയത്തിലേക്ക് കർത്താവ് എഴുന്നള്ളി വരുവാനും അങ്ങനെ കർത്താവ് യെരൂശലേം ദേവാലയത്തിൽ രാജാവായി വന്ന് അവിടുത്തെ കള്ളന്മാരുടെ ഗുഹയെല്ലാം അടിച്ച് തകർത്ത് പൊളിച്ച് അതിനെ ശുദ്ധീകരിച്ചതുപോലെ ഞങ്ങളുടെ ഭവനങ്ങളിലേക്കും ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്കും ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്കും അവിടുന്ന് രാജാവ് എഴുന്നള്ളി വന്ന് ഈ ഓശാന ബുധനാഴ്ച നീ ഞങ്ങളുടെ ഹൃദയത്തിൽ എവിടെയെങ്കിലും കർത്താവിന്റെ വചനത്തെ ഗ്രഹിക്കാൻ കഴിയില്ലാതെ ഗ്രഹണമുടക്കികളായ ഏതെങ്കിലും ജാതികൾ ഞങ്ങളുടെ ഹൃദയത്തിൽ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ അതിനെ വിളിക്കി അടിച്ച് വചനം ഗ്രഹിക്കാൻ സാധിക്കുന്ന ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവ് ഗബ്രിയേൽ മലാഹായിൽ നിന്ന് കേട്ടതായ വചനം മുഴുവനും ഗ്രഹിച്ച് അത് മുഴുവൻ കർത്താവിന്റെ ക്രൂശിന്റെ ചുവട് വരെ പോകാൻ ഒതുങ്ങിയതുപോലെ ഞങ്ങൾ കേട്ടതും പഠിച്ചതും ഗ്രഹിക്കുന്നതുമായ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ തന്നെ സംഗ്രഹിച്ച് ആ കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ പ്രിയമുള്ളവർക്ക് മഹാസമാധാനം ഉണ്ടെന്ന് പറഞ്ഞ് അനർത്ഥമാകുവാൻ ഞങ്ങൾ ഇന്ന് കേട്ടതുപോലെ അങ്ങനെ ഞങ്ങളുടെ ഹൃദയത്തിൽ തന്നെ അത് നിശ്ചയിച്ച് കുറിച്ചു വെക്കുവാൻ എന്റെ കർത്താവിന് കിട്ടിയതിന്റെ എല്ലാം പങ്ക് എനിക്ക് വേണം. എനിക്ക് സഹിക്കാവുന്നത് എനിക്ക് തരുള്ളൂ. പരീക്ഷ സഹിക്കുന്നത് ഭാഗ്യമാണെന്നുള്ള ആ വലിയ അനുഭവം ഞങ്ങൾക്കുണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇയ്യോബിനെ പരീക്ഷിക്കുവാൻ വന്നതായ പിശാചിന് നീ അനുവാദം കൊടുത്തിട്ടാണ് അവൻ പരീക്ഷിച്ചെന്നുള്ള കാര്യം ഓർക്കുന്നു. അങ്ങനെ നിന്റെ അനുവാദത്തോടെ ഞങ്ങൾ കിട്ടുന്ന പരീക്ഷകൾ, ശോധനകൾ, കഷ്ടങ്ങൾ മുതലായവ കഷ്ടത, സഹിഷ്ണുത, സിദ്ധത, പ്രത്യാശയുടെ ധൈര്യം പിടിച്ച് ചലിക്കുന്ന പള്ളികളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേറ്റുവാനായിട്ട് തന്നെ. ഇന്നത്തെ മറ്റൊരു വേദഭാഗം നോമ്പിലെ ഈ 6-ാം വാരത്തിലെ ഓശാന ബുധനാഴ്ച വായിക്കേണ്ട ഒരു വേദഭാഗം. പല വേദഭാഗമുണ്ട്, എല്ലാം കൂടെ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് യെശയ്യാവിന്റെ പുസ്തകം 63 അധ്യായം 7 മുതൽ 19 വരെ ഇന്ന് എല്ലാ പള്ളികളിലും വായിക്കേണ്ടതാണ്. ഇന്നിവിടെയും നമ്മൾ വായിക്കേണ്ടതായിരുന്നു, അതിപ്പോൾ വായിക്കുകയാണ്. യെശയ്യാവിന്റെ പുസ്തകം 63-ന്റെ 7 മുതൽ 19 വരെ നമുക്കൊന്ന് വായിക്കാം. എല്ലാവരും എടുത്താട്ട് യെശയ്യാവിന്റെ പുസ്തകം 63-ാം അധ്യായത്തിന്റെ 7 മുതൽ 19 വരെ വായിക്കുകയാണ്. നമുക്ക് നിർത്തി ആ വേദഭാഗം ഒന്ന് വായിക്കാം. യഹോവ നമുക്ക് എല്ലാവർക്കും ചേർന്ന് പറയാം. യഹോവ നമുക്ക് നൽകിയതുപോലെ ഞാൻ യഹോവയുടെ പ്രീതി വാത്സല്യത്തെയും യഹോവയുടെ സ്തുതിയെയും അവന്റെ കരുണയ്ക്കും മഹാദയയ്ക്കും ഒത്തോണം അവൻ ഇസ്രായേൽ ഗ്രഹത്തിന് കാണിച്ച വലിയ നന്മയും കീർത്തിക്കും. അവർ എന്റെ ജനം കപടം കാണിക്കാത്ത മക്കൾ എന്ന് പറഞ്ഞ് അവൻ അവർക്ക് രക്ഷിതാവായി തീർന്നു. അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു. അവന്റെ സമ്മുഖദൂതൻ അവരെ രക്ഷിച്ചു. തന്റെ സ്നേഹത്തിലും കനിവിലും അവൻ അവരെ വീണ്ടെടുത്തു. പുരാതന കാലത്തൊക്കെയും അവൻ അവരെ ചുമന്നുകൊണ്ട് നടന്നു. എന്നാൽ അവർ മത്സരിച്ചു. അവൻ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു. താൻ തന്നെ അവരോട് യുദ്ധം ചെയ്തു. അപ്പോൾ അവന്റെ ജനം മോശയുടെ കാലമായ പുരാതന കാലം ഓർത്തു പറഞ്ഞത് അവരെ തന്റെ ആടുകളുടെ ഇടയനോടുകൂടെ സമുദ്രത്തിൽ നിന്ന് കരയേറുമാറാക്കിയവൻ എവിടെ? അവരുടെ ഉള്ളിൽ തന്റെ പരിശുദ്ധാത്മാവിനെ കൊടുത്തവൻ എവിടെ? തന്റെ മഹത്വമുള്ള ചെല്ലുമാറാക്കി തനിക്കൊരു ശാശ്വത നാമം ഉണ്ടാക്കേണ്ടതിന് അവരുടെ മുമ്പിൽ വെള്ളം
അവരുടെ മുമ്പിൽ വെള്ളം വിഭാഗിക്കുകയും അവർ ഇടറാതെ വണ്ണം മരുഭൂമിയിൽ ഒരു കുതിരയെ പോലെ അവരെ ആഴങ്ങളിൽ കൂടി നടത്തുവൻ ഇവിടെ താഴ്വരയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന കന്നുകാലികളെ പോലെ യഹോവയുടെ ആത്മാവ് അവരെ തഞ്ചുമാറാക്കി. അങ്ങനെ നീ നിനക്ക് മഹത്വമുള്ള ഒരു നാമം ഉണ്ടാക്കേണ്ടതിന് നിന്റെ ജനത്തെ നടത്തി. സ്വർഗത്തിൽ നിന്ന് നോക്കി വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ വാസസ്ഥലത്തു നിന്ന് കടാക്ഷിക്കണമേ. നിന്റെ തീഷ്ണതയും വീര്യപ്രവൃത്തികളും എവിടെ? നിന്റെ മനസ്സലിവും കരുണയും എന്നോട് കാണിക്കാതെ വണ്ണം നീ അടക്കി വെച്ചിരിക്കുന്നു. നീയല്ലോ ഞങ്ങളുടെ പിതാവ്. അബ്രഹാം ഞങ്ങളെ അറിയുന്നില്ല. ഇസ്രായേൽ ഞങ്ങളെ തിരയുന്നതുമില്ല. നീയോ യഹോവേ ഞങ്ങളുടെ പിതാവാകുന്നു. യുഗാരംഭം മുതൽ നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനാകുന്നു നിന്റെ നാമം. യഹോവേ നീ ഞങ്ങളെ നിന്റെ വഴിവിട്ട് തെറ്റുമാറാക്കുന്നതും നിന്നെ ഭയപ്പെടാതെ വണ്ണം ഞങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കുന്നതും എന്ത്? നിന്റെ അവകാശഗോത്രങ്ങളായ നിന്റെ ദാസന്മാർ നിമിത്തം മടങ്ങി വരണമേ. നിന്റെ വിശുദ്ധ ജനത്തിന് അല്പകാലത്തേക്ക് മാത്രം കൈവശമായ ശേഷം നിന്റെ വിശുദ്ധ മന്ദിരത്തെ ഞങ്ങളുടെ വൈരികൾ ചവിട്ടിക്കളഞ്ഞു. ഞങ്ങളിതാ ഒരിക്കലും വാണിട്ടില്ലാത്തവരും നാം വിളിക്കപ്പെട്ടിട്ടില്ലാത്തവരും ഇത് ഒരു കുമ്പസാരമാണ്. യെശയ്യാവിലൂടെ ഇസ്രായേൽ ജാതിയുടെ ബലഹീനതകളും സങ്കടങ്ങളും ദൈവസന്നിധിയിൽ യെശയ്യാവ് തന്നെ സമർപ്പിക്കുകയാണ്. പ്രവാചകന്മാർക്ക് അങ്ങനെ ഒരു പണിയുണ്ട്. ജനങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞിട്ട് അവരോട് കരുണ ചെയ്യണമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുക. അങ്ങനെ ദൈവകോപത്തിനെതിരായ ഇസ്രായേൽക്കാരെ ദൈവത്തിന്റെ കരുണയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രവാചകൻ ഇതെല്ലാം നിലവിളിച്ച് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് യേശു രാജാവായിട്ട് വരണം എന്നുള്ള ഓശാനയുടെ സന്ദേശമാണ് പരോക്ഷമായി ഇതിനകത്തുള്ളത്. യെശയ്യാവിന്റെ പുസ്തകം 61 അധ്യായത്തിൽ 18 വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്, നിന്റെ വിശുദ്ധ ജനത്തിന് അല്പകാലത്തേക്ക് മാത്രം കൈവശമായ ശേഷം നിന്റെ വിശുദ്ധ മന്ദിരത്തെ ഞങ്ങളുടെ വൈരികൾ ചവിട്ടിക്കളഞ്ഞു. അപ്പോൾ നമ്മുടെ ശരീരമാകുന്ന കർത്താവിന്റെ മന്ദിരം അത് കള്ളന്മാരുടെ ഗുഹയായിരിക്കുകയാണ്. കർത്താവ് യെരൂശലേം ദേവാലയത്തിൽ കയറി ഇത് കള്ളന്മാരുടെ ഗുഹയാകാൻ പാടില്ല എന്ന് പറഞ്ഞ് അടിച്ചോടിച്ച് തകർത്തതിനെ ശുദ്ധീകരിച്ചു. അപ്പോൾ ഈ ഓശാന ബുധനാഴ്ച നമ്മുടെ അകത്തേക്ക് യേശു രാജാവായി വന്ന് കള്ളന്മാരുടെ ഗുഹയൊക്കെ ഒന്ന് തല്ലിക്കളച്ചെങ്കിൽ ഞായറാഴ്ച ശരിക്കും ഓശാന പാടാനൊക്കെ ഉള്ളൂ. അപ്പോൾ ഞായറാഴ്ചത്തെ ഓശാന പാട്ട്, ഓശാന ചൊല്ലൽ അത് ഫലമില്ലാത്ത ഇലയാകാൻ പാടില്ല. ഓശാന സംഭവിച്ചൊരു കാര്യം, കർത്താവ് നല്ലവണ്ണം വിശന്നു. ഓശാന പെരുന്നാൾ കഴിഞ്ഞപ്പോൾ ഒരു അത്തിയുടെ അടുത്ത് ചെന്നിട്ട് തഴച്ചു നിൽക്കുന്ന ഇലകൾ കണ്ടപ്പോൾ അതിനകത്ത് ഫലം കാണുമെന്ന് വിചാരിച്ചു. താൻ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ ഫലമില്ല, ഇല മാത്രമേ ഉള്ളൂ. ശപിക്കപ്പെട്ടു. പിറ്റേ ദിവസം അതിലേ പോയപ്പോൾ അത് ഉണങ്ങി നിൽക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ഓശാന പെരുന്നാൾ കഴിഞ്ഞ് ആരെങ്കിലും ഉണങ്ങിപ്പോയോ? നമ്മുടെ ഓശാന ചൊല്ലൽ ദൈവസ്നേഹമില്ലാത്ത വെറും ബാഹ്യമായ ഒരു ശബ്ദം മാത്രമാണെങ്കിൽ കർത്താവിന്റെ വിശപ്പിനൊന്നും കിട്ടുകയില്ല. ഈ യേശു രാജാവിന്റെ വിശപ്പടക്കാൻ പറ്റിയതെല്ലാം പൂർണ്ണ സ്നേഹമാണ്. അതായത് നോമ്പിനകത്തെ സ്നേഹത്തോടെ എല്ലാം സഹിക്കുന്നവരാകണം. അപ്പൊ പൂർണ്ണ സ്നേഹത്തോടെ നമ്മൾ കർത്താവിന് ഓശാന പറഞ്ഞില്ലെങ്കിൽ അത് കപടഭക്തിയായി തീരും, അത് ഫലമില്ലാത്ത ഇലയായി. അപ്പൊ നമ്മുടെ ഭക്തി പ്രകടനങ്ങളെല്ലാം ഇല പോലെ ദൂരെ നിന്നേ കാണാവുന്നതാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഓശാനയ്ക്ക് പല പ്രാവശ്യം ആവർത്തിച്ച് ഓശാന ഓശാന നമ്മൾ പറയും, പൂക്കൾ വെതിരുകയും ചെയ്യും. അപ്പോൾ അത് തികഞ്ഞ ദൈവസ്നേഹത്തോടെ അല്ലെങ്കിൽ ശാപം കിട്ടാൻ അത് മതി. ഓർത്തഡോക്സ് സഭയിൽ എത്ര നാളായി ഓശാന പെരുന്നാൾ തുടങ്ങിയിട്ട്? AD 52 തോമാസ്ലിയ തുടങ്ങിയതല്ലേ. എന്നിട്ട് ഇന്ത്യ മുഴുവനും ഈ സഭ വളരേണ്ട സമയം കഴിഞ്ഞു. ഈ 21-ാം നൂറ്റാണ്ടായിട്ടും 2.5% എല്ലാം കൂടെ കൂട്ടിയാൽ 2.5% ഉള്ളൂ. ബാക്കി അനേകർ ഈ സഭകൾക്കെല്ലാം ഭീഷണിയായി നിൽക്കുന്നതിന്റെ കാര്യം എന്താണ്? നമ്മുടെ ഓശാന പെരുന്നാൾ അനുഗ്രഹമല്ല, ശാപമാണ് ഇപ്പോൾ ഭരിച്ചു. കാരണം ഈ പുറംപൂച്ചല്ലാതെ അകത്ത് സ്നേഹമൊന്നും ഇല്ല. നമ്മുടെ അകത്ത് ഇപ്പോഴും കള്ളന്മാരുടെ ഗുഹയുണ്ട്. കർത്താവ് കയറി അത് തല്ലി തകർക്കാൻ സമ്മതിക്കുന്നില്ല. കർത്താവ് വന്നു അങ്ങ് പോവുക.
അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ വരുന്ന ഓശാന പെരുന്നാളെങ്കിലും നമ്മൾ ചൊല്ലുന്ന ആ ഓശാന, കർത്താവേ നീ തന്നെയാണ് ഞങ്ങളുടെ രാജാവ്, നീ തന്നെ ഞങ്ങളെ ഭരിച്ചോണം, ഞങ്ങളുടെ ഉള്ളറയിലുള്ള എല്ലാ കള്ളന്മാരുടെ ഗുഹയും നീ തകർത്ത് ഇത് പരിശുദ്ധാത്മാവിന്റെ കുടിയിരിപ്പിന്റെ ഭവനമാക്കണം. മാമോദീസായിൽ പരിശുദ്ധാത്മാവിന്റെ കുടിയിരിപ്പിന്റെ ഭവൻ ആകാൻ വേണ്ടി കല്ലിട്ടതാ. ആ കല്ലിന് പുറത്ത് വേറെ കല്ല് വെച്ചിട്ടുണ്ടോ? നമ്മുടെ ഓരോ ദിവസത്തെയും പ്രാണൻ ജീവനുള്ള കല്ലുകളായി പണിയപ്പെടണമെന്ന് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. ഒന്ന് വായിച്ചാട്ട്. മാമോദീസായിൽ ഒരു ദൈവഭവനത്തിന്റെ ഒരു പള്ളിയുടെ കല്ലിട്ടതാ. നമ്മളെല്ലാം ചലിക്കുന്ന പള്ളികളാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. ആ കാര്യം പണി നടന്നുകൊണ്ടിരിക്കുന്നെന്നുള്ള കാര്യം എഫേസ്യ സഭയെ അപ്പോസ്തലനായ പൗലോസ് അറിയിക്കുന്നുണ്ട്. എഫേസ്യ 2-ന്റെ അവസാനം എന്താ എഴുതിയിരിക്കുന്നത്? അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി പണിതു വരുന്നു. നമ്മുടെ കാര്യം അവസാനം പറയുന്നത്, അങ്ങനെ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരും. നമ്മുടെ ഉള്ളിൽ പണി നടക്കുന്നുണ്ടോ? പണി നിന്നുപോയോ? നമ്മുടെ ഓരോ ദിവസത്തെയും പ്രാണൻ യേശുവിന് ജീവിക്കുവാൻ വിട്ടുകൊടുക്കണം. ചർച്ച് ഈസ് ദ കണ്ടിന്യൂവേഷൻ ഓഫ് ദ ഇൻകാർണേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇംഗ്ലീഷിൽ പഴഞ്ചൊല്ലുണ്ട്. സഭ യേശുവിന്റെ മനുഷ്യാവതാര പ്രക്രിയയുടെ തുടർച്ചയാണ്. ഒരു മാർച്ച് മാസം 25-ാം തീയതി കർത്താവ് മാതാവിൽ മനുഷ്യാവതാര പ്രക്രിയ തുടങ്ങി. ഡിസംബർ മാസം 25-ാം തീയതി കുഞ്ഞായിട്ട് ബേത്ലഹേമിൽ യേശു കുഞ്ഞ് കാണപ്പെട്ടു. 33 കൊല്ലം കഴിഞ്ഞപ്പോൾ ആ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന കുഞ്ഞാടായി അവൻ കാൽവറിയിൽ ഉയർത്തപ്പെട്ടു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഉയർത്തെഴുന്നേറ്റു. 40 ദിവസം കഴിഞ്ഞപ്പോൾ സ്വർഗ്ഗാരോഹണം ചെയ്തു. 50 ദിവസം കഴിഞ്ഞപ്പോൾ എന്തു സംഭവിച്ചു? പെന്തിക്കോസ്തിയുടെ അനുഭവം വന്നപ്പോൾ 120 പേർ ആത്മാവിലായി അവരൊക്കെ ചലിക്കുന്ന പള്ളികളായി മാറി. അവരെല്ലാം പരിശുദ്ധാത്മാ നിറവുള്ളവരായി അവരെ കാണുന്നവരിൽ ആരാധിക്കാൻ തുടങ്ങി. പെന്തിക്കോസ്തി പെരുന്നാളിലെ പത്രോസിന്റെ പ്രസംഗം കേട്ട 3000 പേര് കർത്താവിനെ ആരാധിച്ച് അവർ പാപമേറ്റു പറഞ്ഞു. അവരെ മാമോദീസ ഏറ്റു. അവരും ദൈവത്തിന്റെ ഭവനങ്ങളായി മാറി. അങ്ങനെ സഭ ആയിരക്കണക്കിന് പേര് ചേർന്ന് വളർന്നുകൊണ്ടായിരുന്നു. നമ്മുടെ സഭ വളരുന്നുണ്ടോ? എന്താ വളരാത്തത്? കള്ളന്റെ ഗുഹ ഇപ്പോഴും അത് കാണും. നമ്മുടെ ഓശാന എന്നുള്ള ആ വാക്ക് സ്നേഹമില്ലാതെ നമ്മൾ ചുമ്മാ ചൊല്ലിക്കൂട്ടിയാൽ കർത്താവിന്റെ വിശപ്പടക്കാനൊക്കെയില്ല. കർത്താവിന് വിശക്കുന്നു എന്ന് ദാഹിക്കുന്നു എന്ന് എപ്പോഴാ പറഞ്ഞത്? കുരിശേ കിടന്നുകൊണ്ട് പറഞ്ഞാൽ ആർക്ക് വേണ്ടിയുള്ള വിശപ്പാ? പ്രാണന് വേണ്ടിയുള്ള വിശപ്പാ. പ്രാണപ്രിയന്റെ പ്രാണന് വേണ്ടിയുള്ള വിശപ്പാ. മനുഷ്യയാതിനെ മുഴുവൻ പ്രാണനെ വീണ്ടെടുത്ത് തന്നോട് ചേർത്ത് നമ്മളെ കർത്താവിന്റെ മന്ദിരമാക്കി, കർത്താവിന്റെ വീടാക്കി, കർത്താവിന് ഏറി താമസിക്കാൻ ആഗ്രഹമുണ്ട്. ആ കർത്താവിന്റെ സങ്കടമാണ് ആദ്യം തീർക്കേണ്ടത്. നമുക്ക് വീട് പണിയുന്നതിന് മുമ്പ് കർത്താവിനാണ് ആദ്യം വീട് പണിയേണ്ടത്. അതുകൊണ്ട് യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാത്വമായിരിക്കും. 127-ാം സങ്കീർത്തനം. അതുകൊണ്ട് നമ്മൾ ആദ്യം എന്റെ കർത്താവിനൊരു വീടുണ്ടാകട്ടെ, ഒരു മുറി ഉണ്ടാകട്ടെ, എന്നിട്ട് കർത്താവ് എനിക്ക് വീടുണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ് പള്ളി പണിയുടെയും വീട് പണിയുടെയും ഒക്കെ മുമ്പ് നമ്മുടെ അകത്തെ പള്ളി പണിയും നമ്മുടെ അകത്തെ വീട് പണിയാണ് നടക്കേണ്ടതെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതിന് മുൻതൂക്കം കൊടുക്കാമെങ്കിൽ തന്നെ വീട് പണിയും പള്ളി പണിയും നടന്നോളും. അതിനുവേണ്ടി പിരിവൊന്നും നടത്തേണ്ട കാര്യമില്ല. അത് തന്നെ ആളുകളെ സ്വോത്രകാഴ്ചയായിട്ട് കൊണ്ടുവന്ന് പണിതോളും എന്നുള്ള കാര്യം ഓർപ്പിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ രാജാവായി വീണ്ടും സ്വീകരിപ്പാൻ നമ്മൾ ഒരുങ്ങിയോ എന്നുള്ളതാണ് യെശയ്യാ നമ്മളോട് ചോദിക്കുന്നത്. യെശയ്യാ 61:18 നിന്റെ വിശുദ്ധ ജനത്തിന് അല്പകാലത്തേക്ക് മാത്രം കൈവശമായ ശേഷം നിന്റെ വിശുദ്ധ മന്ദിരത്തെ ഞങ്ങളുടെ വൈരികൾ ചവിട്ടിക്കളഞ്ഞു. ഞങ്ങളിതാ നീ ഒരിക്കലും വാണിട്ടില്ലാത്തവരും നാമം വിളിച്ചപേക്ഷിക്കില്ലാത്തവരും എന്ന പോലെ ആയി തീർന്നിരിക്കുന്നു. നാമധേയ ക്രിസ്ത്യാനികളായി തള്ളപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇന്ന് ഈ ഇന്ത്യയിലുള്ള ക്രിസ്ത്യാനികൾ തന്നെ തമ്മിത്തല്ലല്ലേ, തൊഴുത്തിക്കുത്തല്ലേ. പല ഇടയന്മാരും പല തൊഴുത്തുമായി കിടന്ന് അടിക്കുമ്പോൾ ആർക്കെങ്കിലും ഈ സഭയെ ചേരാൻ തോന്നുമോ? അപ്പൊ ഒരിടയിലും ഒരു തൊഴുത്തുമാകുമെന്ന് പറഞ്ഞ കാര്യം ഓരോ വ്യക്തികളുടെ ജീവിതത്തിലുണ്ടായി. എല്ലാവരും യേശുവിന്റെ നാമത്തിൽ ഒന്നായി നിന്നാൽ മാത്രമേ ഇന്ത്യയെ നേടാനൊക്കെ ഉള്ളൂ. ഇന്ന് ആരെങ്കിലും ഏതെങ്കിലും സഭയെ ഒരു ക്രിസ്ത്യാനിയാണെന്ന് വിചാരിച്ച് ഏത് സഭയെ ചേരും? തമ്മിലടിയല്ലേ? കർത്താവിന് എത്രയധികം വേദന ഉണ്ടായിക്കാണും. അപ്പൊ യേശു രാജാവിന് ഭരിക്കാൻ പറ്റിയവരാകാതെ യേശുവിന്റെ വേദന തീർക്കാൻ നമ്മുടെ വേദന തീരുമെന്ന് ആരും വിചാരിക്കേണ്ട. അതുകൊണ്ട് ഈ വർഷത്തെ നമ്മുടെ ഓശാന പെരുന്നാളെങ്കിലും യഥാർത്ഥ പെരുന്നാളാകണമെങ്കിൽ കള്ളന്മാരുടെ ഗുഹ തകർക്കണം. കള്ളന്മാരുടെ ഗുഹയെക്കുറിച്ച് ഹോശയ്യായുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന് വായിച്ചാട്ടെ. ഹോശയ്യ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് കാണിച്ചു കൊടുത്ത അന്നത്തെ ഇസ്രായേലിന്റെ അവസ്ഥ പുറത്തും അകത്തും കള്ളനുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ആത്മാവിന്റെ സ്കാനിങ് നടത്താമെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളറയിൽ അബോധ ഉപബോധ സ്വബോധ മനസ്സുകളുടെ ഉള്ളിൽ അനേക കള്ളന്മാരുടെ ഗുഹകൾ ഉണ്ടായിരിക്കാം. നമുക്ക് ഈ വരുന്ന ഞായറാഴ്ചയ്ക്ക് മുമ്പ് ഈ ഓശാന ബുധനാഴ്ച തന്നെ നമുക്ക് കള്ളന്മാരെ ചാടിച്ച് കർത്താവിന്റെ കുടിയിരിപ്പിന് വനുമായി പുനഃപ്രതിഷ്ഠ ചെയ്യുവാൻ ഈ ധ്യാനം ഒതുകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഹോശയ്യ 7 വായിച്ചാട്ട്.
ഹോശേയയുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. എത്രാമത്തെ വാക്യം? അകത്ത് കള്ളൻ. ഒന്ന് ഉറക്കെ പറഞ്ഞാട്ട്. അകത്ത് കള്ളൻ കിടക്കുന്നു, പുറത്ത് കവർച്ചക്കാട് കൂട്ടം കൊള്ളയിടുന്നു. ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മുടെ ആത്മാവിന്റെ സ്കാനിങ് നടത്താമെങ്കിൽ ഇത് കാണാൻ സാധിക്കും. നമ്മുടെ അകത്തെ കള്ളന്റെ ഉറവിടങ്ങൾ പുറത്തെ ആ കള്ളന്മാരുടെ സംഘത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് കർത്താവൻ സ്വർഗത്തിരുന്നുകൊണ്ട് കാണാൻ സാധിക്കും. നമ്മൾ ഈ യേശുവിനെ രാജാവായി എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നത് കർത്താവെ ഞങ്ങളുടെ പുറത്തും അകത്തുമുള്ള കള്ളനെ അടിച്ചു ഓടിച്ച് ഞങ്ങളെ പരിശുദ്ധാത്മാവിന്റെ കുടിയിരിപ്പിന്റെ ഭവനമായി പുനഃപ്രതിഷ്ഠ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. നമ്മളിന്ന് ഉച്ചനമസ്കാരം കഴിഞ്ഞ് ആവർത്തിച്ച് ചൊല്ലിയ ഒരു പ്രാർത്ഥനയുണ്ട്. കരുണയുണ്ടാകണം. എപ്പോഴാണ് കരുണയുണ്ടെന്ന് അറിയാവോ? സ്വന്തം വഴിയും വിചാരം ഉപേക്ഷിച്ചാലേ കരുണ കിട്ടുള്ളൂ എന്ന് യെശയ്യാ 55 കുരിയലായിസോ എന്നുള്ള വാക്ക് ആ പ്രാർത്ഥന അന്വർത്ഥമാകണമെങ്കിൽ സ്വന്തം വഴിയും വിചാരം ഉപേക്ഷിച്ചെങ്കിലേ കരുണ കാട്ടൂ. എത്രാം വാക്യം? 55. യെശയ്യാ 55 എത്രാമത്തെ വാക്യം നോക്കിയാട്ട്. കുരിയലായിസോ ചൊല്ലിയാ പോരാ, സ്വന്തം വഴിയും വിചാരം ഉപേക്ഷിച്ച് നമ്മുടെ വഴി സ്വർഗത്തിലേക്ക് ദൈവസന്നിധിയിലേക്ക് ഉയർത്തണം. ദൈവത്തെ നമ്മുടെ വഴിയിലോട്ട് കൊണ്ടുവരികയല്ല, നമ്മൾ ദൈവത്തിന്റെ വഴിയിലേക്ക് ഉയർന്നു ചെല്ലുകയാണ്. എത്രാം വാക്യാന്ന് കണ്ടോ? 8-ാം വാക്യം വായിച്ചാട്ട്. എന്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരം. പിന്നെ ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടൻ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയട്ടെ, അപ്പോൾ കരുണ കാണിക്കും. അപ്പൊ കരുണ കാണിക്കണമെങ്കിലുള്ള വ്യവസ്ഥ പാലിച്ചിട്ട് വേണം കരുണ ചോദിക്കാൻ. നമ്മൾ ക്രിയലായുസം ചൊല്ലിക്കൊണ്ട് 10 പ്രാവശ്യം കുമ്പിടുന്നു. പലർക്കും തോന്നുന്നു എന്തിനാ ഈ ആവർത്തനം? ഒന്ന് പറഞ്ഞാൽ പോരെ, കർത്താവിന് മറവിയുണ്ടോ? ഈ 10 പ്രാവശ്യം ചൊല്ലുന്നതിന് അർത്ഥമുണ്ട്. എന്തിനാണെന്നറിയാവോ? നമ്മുടെ ആന്തരികവും ബാഹ്യവുമായ പഞ്ചേന്ദ്രിയങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടി കരുണയെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. അപ്പൊ ദൈവത്തിന്റെ കരുണ കൊണ്ട് മാത്രം നടക്കേണ്ട ചില പ്രശ്നങ്ങൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലുണ്ട്. അകത്തെ മനുഷ്യന്റെയും പുറത്തെ മനുഷ്യന്റെയും പഞ്ചേന്ദ്രിയങ്ങളുടെ ശുദ്ധീകരണത്തിനും അതിന്റെ വീണ്ടെടുപ്പിനും ഞങ്ങളുടെ സ്വന്തം വഴിയെ പോകാൻ ഞങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചവരാണ്. കണ്ണ്, കാത്, മൂക്ക്, സ്പർശനം, കേൾവി, ഇതെല്ലാം നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം കൈകാര്യം ചെയ്തവരാ. അതിലൊക്കെ അശുദ്ധി വന്നിട്ടുണ്ട്. ആ അശുദ്ധി മാറാൻ വേണ്ടിയാണ് ഓരോ പ്രാവശ്യത്തെ കുരിയലായുസം അല്ല ചുമ്മാതെ കുറെ കുരിയലായുസം പറഞ്ഞ് തീർക്കുകയല്ല. അപ്പൊ ഓരോ പ്രാവശ്യം കുരിയലായുസം ചൊല്ലുന്ന കർത്താവിന്റെ കാലെ പിടിക്കുക, എന്റെ കണ്ണ് മോശമാണ്, അത് വിലക്കപ്പെട്ട പതിന്റെ മുഖത്തെ ഓടിയതാണ്, എന്റെ കണ്ണിനെ ശുദ്ധീകരിക്കണേ എന്ന് പറഞ്ഞ് കുരിയലായുസവൻ. എന്റെ കാതും മോശമാ, ഒത്തിരി പേരുടെ കുറ്റം ഞാൻ കേട്ടതാ, ഒത്തിരി പേരുടെ അശുദ്ധികൾ ഞാൻ കേട്ടതാ, എന്റെ കാതും മോശമാണ്, എന്റെ കാതിനെ ശുദ്ധീകരിപ്പാൻ നീ അവിടേക്ക് എഴുന്നേറ്റ് വരണം. അപ്പൊ ഓരോ കുരിയലായുസവനും അർത്ഥമുള്ളതായിട്ട് ഓരോ ക്രിയലായുസനും അർത്ഥവത്തായി തീരും. അങ്ങനെ ആന്തരികവും ബാഹ്യവുമായ പഞ്ചേന്ദ്രിയങ്ങളെ ശുദ്ധീകരണത്തിനാണ് 10 പ്രാവശ്യം ക്രിയലായുസവൻ ചൊല്ലുന്നത്. അപ്പൊ അങ്ങനെ ക്രിയലായുസവൻ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ പറയുന്ന കാര്യം കരുണയുടെ കൂടെ കൃപയും കൂടെ. കരുണയും കൃപയും തമ്മിലുള്ള വ്യത്യാസം തന്നെ ഇച്ചിരി വ്യത്യാസമുണ്ട്. 51-ാം സങ്കീർത്തനത്തിൽ കരുണയുടെ കൂടെ കൃപയും കൂടെ വേണമെന്ന് പറയുന്നത് എത്രാം വാക്യം നോക്കി? 51-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ കരുണയുടെ കൂടെ കൃപയും കൂടെ യാചിക്കുന്നുണ്ട്. അപ്പൊ ഇത് 2-2 കണ്ടോ? എത്രാം വാക്യത്തിലാണ്? യെശയ്യാ 51-ന്റെ തുടക്കം എങ്ങനെയാ? ദൈവമേ നിന്റെ ദയയും പ്രകാരം കരുണ കൃപയുണ്ടാകണം. അപ്പൊ ദയയും കരുണയും കൃപയും കൂടി ചേർത്താണ് ചോദിക്കുന്നത്. കരുണയുടെ വിധപ്രകാരം എന്നോട് വായിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കൃപയ്ക്കുള്ളൊരു പ്രത്യേകത എഫേസ്യ ലേഖനം 6-ാം അധ്യായം 24-ാം വാക്യത്തിലുണ്ട്. അപ്പോസ്തലനായ പൗലോസ് യേശുക്രിസ്തുവിനെ ദർശനത്തിൽ കണ്ട ശേഷം താൻ കുതിരപ്പുറത്തിൽ താഴെ വീണ് കണ്ണുപൊട്ടിയ ശേഷം ആ കണ്ണിന്റെ കാഴ്ച വീണ്ടും എടുക്കത്തക്കവണ്ണം ഒരു അഭിഷേകത്തിൻ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് കണ്ണിൽ ചെതുമ്പല് പോലെ ഒന്ന് പോയതിന് ശേഷം യേശുക്രിസ്തുവിന്റെ സാക്ഷിയായി ജീവിച്ച് തന്നെ മരുഭൂമിയിൽ ഏന്തോട്ടം പണിയാൻ അറേബ്യയിലേക്കൊന്ന് പോകുന്നുണ്ട്. അത് ഗലാത്യയിലെ 1-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അവിടെ എല്ലാം പോയതിനു ശേഷം അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ സഭയ്ക്ക് എഴുതുകയാണ് കൃപ ആർക്കാ കിട്ടുന്നെന്ന്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിലെ അവസാനത്തെ വാക്യത്തിൽ ഒരു ആശംസയായിട്ട് അവിടെയുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്നവരുടെ കൃപ ഇരിക്കുമാറാകട്ടെ. അപ്പൊ അക്ഷയ സ്നേഹമുള്ളവർക്ക് കൃപ കിട്ടുകയുള്ളൂ. അക്ഷയ സ്നേഹത്തിന്റെ അർത്ഥം എന്നാ? അക്ഷയ സ്നേഹം, ക്ഷയമില്ലാത്ത സ്നേഹം. അപ്പം നോമ്പ് കാലത്ത് നമുക്ക് സഹിക്കണമെങ്കിൽ അക്ഷയ സ്നേഹം കിട്ടണം. ഇന്നലത്തേതിനേക്കാൾ സ്നേഹം ഇന്ന് കൂടിയിരിക്കണം. അതെങ്ങനെയാ? അങ്ങനെ അക്ഷയ സ്നേഹമുള്ളവർക്ക് മാത്രമേ കൃപ കിട്ടുകയുള്ളൂ. പരിശുദ്ധ കന്യമറിയാമനാണ് കൃപായുഗത്തിൽ ആദ്യമായി കൃപയും കരുണയും കൂടെ ഒന്നിച്ചു കിട്ടിയത്.
കൃപ നിറഞ്ഞ മറിയാമേ നിനക്ക് സമാധാനം. കാര്യം എന്നാ? കൃപ നിറഞ്ഞ മറിയാമൻ എല്ലാ ദിവസവും കർത്താവിനുള്ള സ്നേഹം കൂടി വരുന്നു. ഏത് വേദഭാഗം വായിച്ചാലും അത് ഇണയേർത്തി ചിന്തിച്ചിട്ട് ഇമ്മാനുവേൽ വരണം, ദൈവപുത്രൻ കന്യകയിൽ നിന്നും സ്ത്രീയിൽ നിന്നും ജനിച്ച് പാപപാമര് തലചതയ്ക്കണം, അത് നടക്കണം എന്ന് പറഞ്ഞ വചനം നിവൃത്തിയാകാൻ വേണ്ടിയുള്ള ആഗ്രഹത്തോടെ വചനങ്ങൾ ഇണയേർത്ത് ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ മാതാവിന്റെ ഹൃദയം സമുദ്രം പോലെ അങ്ങ് വിശാലമായിക്കൊണ്ടായിരുന്നു. വചനം കൃത്യമായി തീർന്നു കഴിയുമ്പോൾ, വചനം ഇണയേർത്ത് നമ്മുടെ ഹൃദയം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് വിശാലമായി സമുദ്രം പോലെ ആവും. സമുദ്രം പോലെ ആവുമ്പോൾ നദി പോലെയുള്ള സമാധാനം വരുമെന്നാണ്. അതെവിടെയാണെന്നറിയാവോ? യെശയ്യാ 48:18 യെശയ്യാ 48:18 അയ്യോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ യെശയ്യാവ് അന്നുണ്ടായിരുന്ന ഇസ്രായേൽക്കാരുടെ സ്ഥിതി വിവരിക്കുന്നത്. അയ്യോ, നീ എന്റെ കൽപ്പനകൾ കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളായിരുന്നു, എന്നാൽ നിന്റെ സമാധാനം നദി പോലെയും നിന്റെ നീതി സമുദ്രത്തിലെ തിര പോലെയും ആകുമായിരുന്നു. അല്ല, ആയിട്ടില്ല. അയ്യോ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ആകാമായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ലല്ലോ. പരിതാപകരമായ അവസ്ഥ. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ നദി പോലെ ആ സമാധാനം വരുന്നത്, സമാധാനിരിക്കാൻ ഇടയിൽ നദി അങ്ങ് തിരിച്ചങ്ങ് പോകും. ഒരു കുർബാനയ്ക്കിടയിൽ എത്ര പ്രാവശ്യം സമാധാനം തരുന്ന ഒരു അച്ഛൻ നമുക്ക് കിട്ടുന്നുണ്ടോ? തിരിച്ചടിക്കുക. അച്ഛൻ ഇരിക്കണമെന്ന് ഒരു ഒറ്റയടി അങ്ങോട്ട് മധുവായിലേക്ക്. അച്ഛനും ഇല്ല, അഭ്യാർക്കും ഇല്ല, ജനങ്ങൾക്കും ഇല്ല, എല്ലാവരുടെയും മുമ്പിൽ കിടന്ന് സമാധാനം കിടന്ന് കളിക്കുക. വോളിബോൾ കളി പോലെ. വോളിബോൾ കളിയിൽ പന്തിന്റെ അവസ്ഥ എന്നാ? നിലത്ത് നിൽക്കാൻ പോകും, അടി അങ്ങോട്ടും ഇങ്ങോട്ടും, അത് വായി കിടന്ന് കളിക്കുക. ഇതുപോലെ സമാധാനമാകുന്ന പന്ത് ജനങ്ങളുടെയും പുരോഹിതന്മാരുടെ കിടന്ന് കളിക്കുകയാണ്. ആർക്കും കിട്ടുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയായിരുന്നു സഭയുടെ നില. ഈ എത്ര വഴക്കുണ്ടെന്നറിയാം? 1000കണക്കിന് കേസുകളുണ്ട്, വഴക്കുകളുണ്ട്. അത് തീരുന്നില്ല. കേസ് തീർന്നാലും തീരുകയില്ല, പിന്നെയും പൊങ്ങി വരിക. എന്താ കാര്യം? സമാധാനത്തിനിരിക്കാൻ ഇടമില്ല. കർത്താവ് തന്റെ അപ്പോസ്തലന്മാരെ ഈരണ്ടായി അയക്കുമ്പോൾ നിങ്ങൾ ചെല്ലുന്ന വീട്ടിലൊക്കെ സമാധാനം കൂടാൻ, സമാധാനം വാങ്ങിക്കാൻ ആളുണ്ടെങ്കിൽ അത് അവർക്ക് കിട്ടും, അല്ലെങ്കിൽ ഇനി പോരുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പള്ളിയിലേക്ക് അയച്ച സമാധാനത്തിന്റെ നദികൾ ഇരിക്കാനിടയില്ലാതെ തിരിച്ചു പോയിട്ടുണ്ട്. തിരിച്ചു പോയാൽ അത് കൊടുത്തയാളിന് നെഞ്ചത്തിൽ നിന്ന് അടിക്കും, വേദന എടുക്കും. അപ്പൊ കർത്താവിന്റെ സമാധാനത്തിന്റെ നദി വലിയ ശക്തിയോടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകി വന്നതാണ്. പുരോഹിതന്മാർ അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുക്കി വിട്ടതാണ്. നമ്മുടെ ഉള്ളിൽ യേശുവിനിരിക്കാൻ ഇടമില്ലാത്തതുകൊണ്ട്, സമാധാനമായി യേശുവിനിരിക്കാൻ ഇടമില്ലാതെ പിശാചിന്റെ ഒളിപ്പിടങ്ങൾ അവിടെയുള്ളതുകൊണ്ട്, കള്ളന്മാരുടെ ഗുഹ അവിടെയുള്ളപ്പോൾ അത് പാറ പോലെ ഇരിക്കുക. പാറ പോലെ ഇരിക്കുന്ന ഹൃദയത്തിലേക്ക് സമാധാന നദി വന്നങ്ങാട്ട് അടിച്ചാൽ എങ്ങനെ ഇരിക്കും? തെറിച്ചങ്ങ് പോകും. വന്നവൻ നെഞ്ചത്തിൽ നിന്ന് അടിക്കും. കർത്താവിന് വല്ല സ്വസ്ഥതയും കാണുമോ? ആ കർത്താവിന്റെ നെഞ്ചിൽ കുന്തം കൊണ്ട് കുത്തിയ പോലുള്ള വേദന ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പൊ ഓരോ കുർബാനയും കഴിയുമ്പോൾ ഈ കിട്ടുന്ന സമാധാനം ഉൾക്കൊള്ളുവാൻ നമ്മുടെ ഹൃദയം നദി പോലെ വരുന്ന സമാധാനം ഉൾക്കൊള്ളാൻ സമുദ്രം പോലെ ഹൃദയം വിശാലമായില്ലെങ്കിൽ ഇത് തിരിച്ചടിക്കുക അങ്ങോട്ട്. അതുകൊണ്ടാണ് കളിക്കുന്നത്. AD 52 കൊണ്ട് തന്ന സമാധാനമാണ്. കൊല്ലം എത്രയായി? നമുക്ക് ഈ സമാധാനം കൊടുക്കാനോ വാങ്ങിക്കാനോ കഴിയുന്നില്ല. നമ്മുടെ ഉള്ളിലില്ല, ആർക്കുമില്ല. ഉള്ള സമാധാനം കളഞ്ഞു വിളിക്കുക. ഈ ശാപം ഒന്നിനു വേറെ ഒന്നും ഓടിക്കൊണ്ടിരിക്കുക. വരുന്ന ഞായറാഴ്ചത്തെ അവസാനെങ്കിലും സമാധാനം കിട്ടുന്നതും യേശു രാജാവിനെ സ്വീകരിക്കുന്നു അംഗീകരിക്കുന്നതാകാൻ വേണ്ടി വചനത്തിങ്കിൽ വിറച്ച് കടാക്ഷിച്ചാൽ നമുക്ക് അരണം ലഭിക്കും എന്ന് പറയുന്നത്. വചനത്തിങ്കിൽ വിറയ്ക്കുന്നവനെ കർത്താവ് കടാക്ഷിക്കുന്ന ഒരു വചനമുണ്ട്. വചനം കേട്ട് വിറയ്ക്കണം. അതെവിടെയാണ് എഴുതിയിരിക്കുന്നത്? യെശയ്യാ 66 കാര്യം. യെശയ്യാ 66 2-ാമത്തെ വാക്യം. യെശയ്യാ 66 2-ാം വാക്യത്തിൽ എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിൽ വിറയ്ക്കുന്നതുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. ആ കർത്താവിന്റെ കടാക്ഷം ഉണ്ടാകുമ്പോഴാണ് കരുണയും കൃപയും ഒഴുകി വരുന്നത്. ആ യേശുക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്നവർക്ക് മാത്രമേ കൃപ കിട്ടുകയുള്ളൂ. കന്യാമറിയാമിന് മാതൃകയാണ്. അപ്പൊ അക്ഷയമായ കൃപ എപ്പം കിട്ടും? ആർക്കാണ് സ്നേഹം വർദ്ധിച്ച് വരുന്ന അറിയണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 14-21 വാക്യത്തിൽ ആർക്കാണ് സ്നേഹിക്കാൻ കഴിയുന്നെന്നുള്ള രഹസ്യം കർത്താവ് പറയുന്നുണ്ട്. ആരാണ് വാസ്തവത്തിൽ എന്നെ സ്നേഹിക്കുന്നത്? ഹോശാന പാടുന്നവരല്ല, കർത്താവേ കർത്താവേ എന്ന് പറയുന്നവരുമല്ല. കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കണം. എന്നെ സ്നേഹിക്കുന്നു. കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവർ മാത്രമേ സ്നേഹമുള്ളൂ. 10 കൽപ്പന എല്ലാവർക്കും അറിയാം. പക്ഷെ 10 കൽപ്പനയ്ക്ക് ഒത്തിരി വിശദീകരണങ്ങളുണ്ട്. അത് ചോദിച്ചാലേ മനസ്സിലാവുകയുള്ളൂ. വിശദീകരണം ചോദിച്ചാലേ ആളിനെ പ്രസാദിപ്പിക്കാനൊക്കെ ഉള്ളൂ. അതിന് ഉദാഹരണം പറയാം. ഒരു ഭർത്താവിന്റെ ബർത്ത്ഡേ ആഘോഷിച്ച് ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാര്യ ബർത്ത്ഡേ എന്നാണെന്ന് ഡയറി കുറിച്ച് വെച്ചേക്കും അല്ലേ?
ഒരാഴ്ചയ്ക്ക് മുമ്പേ തന്നെ പറയാം, അച്ചായോ അടുത്ത ആഴ്ച ഇന്ന ദിവസം ബർത്ത്ഡേ ഞങ്ങൾ ആഘോഷിക്കാൻ പോവുകയാണ്. നീ ആഘോഷിച്ചില്ലേ? അങ്ങനെ പറഞ്ഞു വെച്ചു. അപ്പൊ ആത്മാർത്ഥമായ ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യ, മക്കള്, അവരെ അപ്പനെ ആദരിക്കാൻ വേണ്ടി ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങൾ തന്നെ ഒരാഴ്ചയ്ക്ക് മുമ്പേ മുന്നറിയിപ്പ്. തലേ ദിവസം വരെ നാളെ ബർത്ത്ഡേ ആഘോഷമാണ്, എടി ഞാൻ ഒരു 25 പേരെ എൻ്റെ ഓഫീസിലുള്ളവരെ കൂട്ടിക്കൊണ്ടുവരും, അവർക്കൂടെ ഉണ്ടാക്കിയേക്കണം. എന്നാ ഉണ്ടാക്കുന്നത്? പായസം വെക്കാം. ശരി, പായസം വെച്ചേക്കാം. ഭാര്യ അടങ്ങുമോ? പിന്നെയും ചോദ്യമാണ്, എന്നാ പായസം വേണം? സേമിയ പായസം വേണോ? ചെറുപയർ പായസം വേണോ? അതിനെന്നാ പാല ചേർക്കേണ്ടത്? തേങ്ങാപ്പാൽ വേണോ? പശുവും പാൽ വേണോ? മിൽമാൻ പാൽ വേണോ? പിന്നെ എന്താ? പിന്നെ പഞ്ചസാര ചേർക്കണോ അതോ ശർക്കര ചേർക്കണോ? ശർക്കര ചേർക്കണോ? ഇതെങ്ങനെ പായസം വെക്കുന്ന ആ മിനിറ്റ് വരെ ചോദിച്ചുകൊണ്ടിരിക്കും. സ്നേഹമായത്. എൻ്റെ അച്ചായന് കൊടുക്കുന്ന പായസം കൂട്ടുകാർ വരുമ്പോൾ ഒരു കുറ്റം പറയരുത്, ബെസ്റ്റ് എന്ന് പറയണം. അങ്ങനെ സ്നേഹമുള്ളവർ കിഴിച്ച് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചോദിക്കണമെങ്കിൽ സ്വർഗത്തിലെ സിം കാർഡ് ഇട്ട് ഒരു മൊബൈൽ ഫോൺ കയ്യിലുണ്ടല്ലേ പറ്റുള്ളൂ. നിങ്ങളുടെ പലരുടെയും കയ്യിൽ ഫോൺ ഇരിപ്പില്ലേ? പക്ഷെ സ്വർഗത്തിലെ സിം കാർഡ് ഇട്ട മൊബൈൽ ഫോൺ നിങ്ങളിൽ ഉണ്ടോ? അതാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ഹൃദയം ഒരു ഫോണാണ്. നമുക്ക് കർത്താവിനോട് സംസാരിക്കാൻ, കർത്താവ് പറയുന്നത് നമുക്ക് കേൾക്കാം. അപ്പൊ അതാണ് ആദ്യം ആർജിക്കേണ്ടത്. അപ്പൊ അക്ഷയമായ സ്നേഹം വേണമെങ്കിൽ എല്ലാ കാര്യം ചോദിച്ച് പറയാനുള്ള സ്നേഹം വേണം, അന്വേഷണം വേണം. അതിനെല്ലാം കർത്താവിന് പറയാൻ ഒരു മടിയില്ല. കർത്താവ് നമ്മുടെ തലയിലെ മുടി പോലും എണ്ണിയിരിക്കുന്നയാളാണ്. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാവോ? നമുക്കറിയാം എത്ര മുടിയുണ്ടെന്ന്. കർത്താവിനറിയാം എത്ര പൊഴിഞ്ഞെന്നും എത്രയെണ്ണം കിളുത്തെന്നും എത്രയെണ്ണം ബാത്റൂമിൽ വീണെന്നൊക്കെ കർത്താവിന് കണക്കുണ്ട്. അത്രയ്ക്ക് സൂക്ഷ്മ നിരീക്ഷണം ചെയ്യുന്ന ആ സ്നേഹമുള്ള ആളിന് എത്ര കൊച്ചു കാര്യം ചോദിച്ചാൽ ഒരു പിണക്കുമില്ല. നീ ചോദിച്ചത് നന്നായി. അങ്ങനെ ഒത്തിരി കൊച്ചു വിശദീകരണങ്ങൾ ചോദിച്ചെങ്കിലേ ഒരു കാര്യം പൂർണ്ണമായിട്ട് ചെയ്യാൻ നമ്മളോട് കർത്താവിന് സ്നേഹമില്ലാത്തതിന്റെ കാര്യം എന്നാ? നമ്മൾ നമ്മുടെ തോന്നിവാസം ചെയ്യുക. അപ്പൊ ഭാര്യയും ഭർത്താവും സ്വല്പം പിണക്കമുണ്ടെന്നിരിക്കട്ടെ, എന്നാൽ ബർത്ത്ഡേ ആഘോഷിക്കുകയും വേണം. എന്നാ ചെയ്യും? ഭർത്താവ് പറയടി നാളെ ബർത്ത്ഡേ, ശരിയാക്കാം. അവർക്ക് തോന്നുന്ന പോലെ ഉണ്ടാക്കി കാട്ടിക്കൂട്ടി വെച്ചേക്കും. കാരണം മുമ്പിൽ കൊണ്ടങ്ങ് തള്ളിയേക്കും. ഹാപ്പി ബർത്ത്ഡേ ടു എന്ന് പറഞ്ഞ് ഒരു പാട്ടും പാടിയേച്ച് അങ്ങ് പോവും. അയാൾ രുചി നോക്കിയിട്ട് പറയും, ഇതെന്നെ കറുത്തിരിക്കുന്നത്, ശർക്കരയാണ് ചേർത്തിരിക്കുന്നത്, അതിന് വെളുത്തിരിക്കുന്നതല്ലേ, ഇതെന്നെ അങ്ങനെ ഇരിക്കുന്നത്, അതെന്നെ അങ്ങനെ ഇരിക്കുന്നത്. ഈ കൂട്ടുകാരുടെ മുമ്പിൽ ഇവളെ കുറ്റം പറഞ്ഞു പോയി അവർക്ക് മാനം കിട്ടുമോ? അതിന്റെ കാര്യം എന്നാ? ഇവർ തമ്മിൽ ഈശാവാശം ഉണ്ടായിരുന്നു. ശരിക്കും കിടന്ന് ഉറങ്ങുന്നില്ല. കിറങ്ങിയാത്ത അങ്ങോട്ടും ഇങ്ങോട്ട് പിരിഞ്ഞു കിടക്കുക, പിണക്കമുണ്ട്. അപ്പൊ ഇന്ന് ഈ കൂട്ടത്തിൽ വരിയിരിക്കുന്നവർ വാരിയിൽ മുടക്കിയുടെ ശല്യം കാരണം പിണങ്ങിയിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ കൂട്ടത്തിലുണ്ടെന്ന് ഇടയ്ക്ക് പറയുക, ക്ഷമിക്കണം കേട്ടോ. അപ്പൊ അതുകൊണ്ട് എ കീഴിൽ നിന്ന് ബി കീഴിലേക്ക് ഇതാണ് ഭർത്താക്കന്മാർ കൂട്ടത്തിരിപ്പുണ്ട്. കാര്യം എന്നാ? ഏകാഗ്രത നമ്മളെ വിട്ട് വഷളായി പോയി. മണവാട്ടിക്കോട്ടായിൽ നിന്ന് താഴോട്ട് വീണിട്ട് സ്വസ്ഥതയില്ലാതെ വിഷമിക്കുന്ന ഭാര്യാഭർത്താക്കന്മാർ കൂട്ടത്തിലുണ്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കർത്താവ് പറഞ്ഞൊന്ന് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് കർത്താവിന്റെ ആ സങ്കടമൊന്ന് തീർത്തേക്കണം. എല്ലാ കാര്യം ചോദിച്ചും പറഞ്ഞെങ്കിലേ സ്നേഹം നിലനിർത്താൻ. അല്ല തോന്നിവാസം കാട്ടിക്കൂട്ടിയാൽ കാര്യം നടന്നെന്ന് മാത്രമേ ഉള്ളൂ, ഒരു കാര്യം തൃപ്തിയായിട്ട് ചെയ്യാൻ. അതുകൊണ്ട് അക്ഷയമായ സ്നേഹം എന്ന് പറയുന്നത് കൊച്ചു കാര്യം പോലും ചോദിച്ച് ചെയ്യണം. അതിന് ആത്മാവിന്റെ നിറവ് വേണം. ആത്മനിറവില്ലാതെ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെയും മോശമായിരിക്കും. ഒരു നല്ല ചായ ഉണ്ടാക്കണേ പോലും ആത്മനിറവ് വേണം. ആത്മനിറവുള്ളവരുടെ ചായ ഉണ്ടാക്കി നല്ല രുചിയായിരിക്കും. അത് കഴിക്കുമ്പോൾ തന്നെ ക്ഷീണം മാറി സ്നേഹം കൂടുകയും ചെയ്യും. എന്നാൽ പിണക്കത്തോടെ ഒരു ചായ ഉണ്ടാക്കി കൊടുത്താൽ എങ്ങനെ ഇരിക്കും? ആ പിണക്കത്തിന്റെ കയ്പ് ഇതിനകത്തും കാണും, ഇല്ലേ? അപ്പൊ അതുകൊണ്ട് പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുവാൻ തക്കോണം എല്ലാ കാര്യം കർത്താവിനോട് ചോദിക്കുവാനും കർത്താവ് പറയുന്ന അനുസരിച്ച് എല്ലാ കാര്യം ക്രമീകരിക്കാമെങ്കിൽ ദിനചര്യകൾ അങ്ങനെ ക്രമീകരിച്ചെങ്കിൽ മാത്രമേ കൃപയും കരുണയും വർദ്ധിച്ച് വരികയുള്ളൂ. അപ്പൊ കൃപ ഒഴുകി വരണമെങ്കിൽ എല്ലാം ചോദിച്ചും പറഞ്ഞു ചെയ്താൽ കൃപ തന്നെ. മാത്യൂസ് റമ്പാച്ചൻ്റെ ഒരു മാതൃകയാണ്. എന്നാ സംഭവിച്ചാലും മധുരഭാഷണം. എന്നാ കാര്യം വന്നാലും ഉടനെ മധുവായിലോട്ട് കയറുക, മുട്ടുകുത്തുക, കരയുക, അച്ചായോ അപ്പച്ചോ ഇന്ന കാര്യം എങ്ങനെ വേണോ അത് ഞാൻ ചെയ്തേ. ആ ആയിരക്കണക്കിന് മധുരഭാഷത്തിന്റെ വേദികൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കൊച്ചു കാര്യം പോലും പ്രാർത്ഥിച്ചാ ചെയ്തത്. തണ്ണിത്തോട് പള്ളി വെച്ചതും തുമ്പാക്കളം പള്ളി വെച്ചതും ഒക്കെ ഞാൻ പ്രാർത്ഥിച്ച ദൈവം പറഞ്ഞിട്ടാണ്. ഓരോ എലിമുള്ളും പള്ളി അവിടെയും പള്ളി വെച്ചത് അല്ലേ. ഇവിടെയൊക്കെ ചുമ്മാതെ അങ്ങ് ചെയ്തതല്ല. പ്രാർത്ഥിക്കുമ്പോൾ നീ ഇന്നടത്ത് പോയി ആ ജനങ്ങളെ ആശ്വസിപ്പിക്കുക, അവർക്ക് അത് ചെയ്യുക, അതിന്റെ ഓരോ കാര്യം പിന്നെയും പോയി ചോദിക്കുക. ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് സ്നേഹം മൂക്കുന്നത്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറയാതിരിക്കുമ്പോൾ സ്നേഹം കുറയുകയുമാണ്. കാര്യങ്ങൾ നടന്നാൽ പോരാ, സ്നേഹത്തിൽ നിന്നതെല്ലാം നടക്കണം. അപ്പൊ കൃപയില്ലാത്തതിന്റെ കാര്യം മനസ്സിലായോ? അതുകൊണ്ട് നമുക്ക് ആ പാട്ടൊന്ന് പാടാം. സ്നേഹത്തിലൂടെ എല്ലാം കാണുക,
നമുക്ക് കൃപ കിട്ടാത്തതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? പ്രാണപ്രിയനായ കർത്താവിന് നമ്മളെക്കുറിച്ച് ഒത്തിരി ദുഃഖമുണ്ട്. ആ ദുഃഖം തീർത്താലേ നമ്മുടെ ദുഃഖം മാറുകയുള്ളൂ. ആ കാര്യം പ്രവചന പുസ്തകത്തിൽ 63 യെശയ്യാവിൻ്റെ 9, 10 വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കാം. സമയം പോയതുകൊണ്ട് നിർത്താൻ പോവുകയാണ്. ഈ അവരുടെ കഷ്ടതയിൽ ഒക്കെയും അവൻ കഷ്ടപ്പെട്ടു. അവൻ്റെ സമ്മുഖദൂതൻ അവരെ രക്ഷിച്ചു. തൻ്റെ സ്നേഹത്തിലും കനിവിലും അവൻ അവരെ വീണ്ടെടുത്തു. പുരാതന കാലത്തൊക്കെയും അവൻ അവരെ ചുമന്നുകൊണ്ട് നടന്നു. എന്നാൽ അവർ മത്സരിച്ചു, അവൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു. താൻ തന്നെ അവരോട് യുദ്ധം ചെയ്തു. അപ്പോൾ അവൻ്റെ ജനം മോശയുടെ കാലമായ പുരാതന കാലം ഓർത്തു പറഞ്ഞത്, അവരെ തൻ്റെ ആടുകളുടെ ഇടയനോടുകൂടെ സമുദ്രത്തിൽ നിന്ന് കരേരുമാറാക്കാൻ എവിടെ? നിന്റെ ദൈവം എവിടെ പോയി? നമ്മളെ കണ്ട അയൽവക്കക്കാർ ചോദിക്കും, പള്ളിയിൽ പോയിട്ട് എന്നാ കിട്ടി? നോയമ്പെടുത്തിട്ട് എന്നാ കിട്ടി? ഓശാന പാടിയിട്ട് എന്നാ കിട്ടിയെന്ന് ആരും ചോദിക്കാനിടയാകല്ലേ. ഓശാന കഴിഞ്ഞ് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഞാനും കൂടെ വരിക എന്ന് പറഞ്ഞാൽ സക്കായുടെ വീട്ടിലേക്ക് യേശു പോയ പോലെ നിങ്ങളുടെ വീട്ടിലേക്ക് യേശുവിനെ കൊണ്ട് കൊണ്ടുപോകും. ഓശാന തിങ്കളാഴ്ച ആ സക്കായുടെ കാര്യമുണ്ട് വായിക്കാൻ. വേദവായനക്കുറിപ്പില്ലാതെ ഞാൻ സമയമില്ലാത്തതുകൊണ്ട് വായിക്കുന്നത്. സക്കായിയുടെ കാര്യം ഓശാന തിങ്കളാഴ്ച വായിക്കാൻ പിതാക്കന്മാർ വെച്ചു. കാര്യം എന്താ? സക്കായിയുടെ വീട്ടിലേക്ക് ഓശാന ഉണ്ടായത് എങ്ങനെയെന്നാ? സക്കായി യേശുവിനെ കാണാൻ ആഗ്രഹിച്ചപ്പോൾ യേശു സക്കായിയെ കാണാൻ ആഗ്രഹിച്ചു. സക്കായിയെ, നീ വാ, ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു, നീ എന്നെ കണ്ടല്ലോ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ താമസിക്കുക. എന്ത് രസമാ! ആ സക്കായി യേശുവിനെയും കൂട്ടിക്കൊണ്ട് വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് താൻ ആയുസ്സിൽ അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷമാണ്. അവിടെ രക്ഷയുടെ അനുഭവങ്ങൾ അലയടിക്കുകയാണ്. അവൻ പറഞ്ഞു, എനിക്ക് എൻ്റെ പണം തരുന്നതിനേക്കാൾ അനേകരുടെ പണം ഞെക്കിപ്പിഴിഞ്ഞെടുത്ത ചുങ്കപ്പൈസയേക്കാൾ വലിയ സന്തോഷമാണ് ഇവൻ്റെ സാന്നിധ്യം കൊണ്ട് എനിക്കത് പോകാൻ പാടില്ല. താൻ തന്നെ ന്യായം വിധിക്കുകയാണ്. എൻ്റെ കയ്യിൽ അന്യായമായ ഒത്തിരി പണമുണ്ട്, അതൊന്നും എനിക്ക് സമാധാനം നൽകിയിട്ട് ഞാൻ മുഴുവൻ കൊടുത്തേക്കാം. താൻ തന്നെ ശിക്ഷിച്ചു. അപ്പോഴാണ് പറഞ്ഞു ഈ ഭവനത്തിന്. അപ്പോൾ അത് സക്കായുടെ വീട്ടിലെ ഓശാനയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ യേശുവിനെയും കൂട്ടിക്കൊണ്ട് ഇന്ന് യേശു നിങ്ങളോട് പറഞ്ഞു, മോനെ ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് വരിക പറയുമോ? അത് കേട്ടോണ്ട് വേണം പോകാൻ. അങ്ങനെ ഓശാന ബുധനാഴ്ച ആകണം. ആ ഓശാന ബുധനാഴ്ച ഇവിടെ രഹസ്യമായി നടക്കാമെങ്കിൽ നിങ്ങളുടെ പള്ളിയിലെ കുർബാന ഓശാന പരസ്യമായി കർത്താവിനെ അംഗീകരിക്കുന്നു, സന്തോഷം കിട്ടുന്നതായിട്ട് ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ സമാഹരിക്കുകയാണ്. പ്രാർത്ഥിക്കുക.